സ്റ്റേറ്റ് പ്രസിഡന്റും സെക്രട്ടറിയും മുൻ പ്രസിഡന്റും എല്ലാവരും സയ്യിദന്മാരൊക്കെ ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. പുറത്ത് പണിയില്ലാത്ത ആളുകൾ രജിസ്ട്രേഷൻ ചെയ്തു കഴിഞ്ഞവർ ഉള്ളിൽ വന്നിരുന്നാൽ ഇൻഷാ അല്ലാഹ് അവരെ കുടുംബം കൂടി ഒന്ന് റാഹത്താണ്ടേ. ഇരുന്നവരെ കുടുംബം മാത്രം റാഹത്തായ പോരല്ലോ. അപ്പം എല്ലാവരുടെയും കുടുംബം ഒന്ന് റാഹത്താക്കുക എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. കുടുംബജീവിതം മനുഷ്യന്റെ കൂട്ടായ്മകളിൽ ഒരുപാട് കൂട്ടായ്മകൾ നമുക്കുണ്ട്. നാട് എന്നതൊരു കൂട്ടായ്മയാണ്. പഞ്ചായത്ത് എന്നതൊരു കൂട്ടായ്മയാണ്. താലൂക്ക്, ജില്ല, സ്റ്റേറ്റ്, നാഷൻ, ലോകം എന്നൊക്കെ ഒരുപാട് ആളുകൾ കൂടുന്ന കൂട്ടായ്മകളുണ്ട്. ഇതെല്ലാം ആളുകളുടെ കൂട്ടായ്മകളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂട്ടായ്മയാണ്, വളരെ ചെറിയ, വളരെ പ്രധാനപ്പെട്ട പ്രമുഖമായ ഒരു ഗ്രൂപ്പ് ആണ് കുടുംബം എന്ന് പറയുന്നത്. അള്ളാഹു നമ്മളെല്ലാവരുടെയും കുടുംബത്തെ സന്തോഷമാക്കി തരട്ടെ. എല്ലാവരും പല ഭാഗത്തും നോക്കുന്നുണ്ട്. ഒരു മനസ്സൊരു ഏകമായൊരു പോയിന്റിലേക്ക് വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. എല്ലാവരും ഡിസ്ട്രാക്റ്റഡ് ആണ്. അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കി ഒന്ന് ഇങ്ങോട്ട് തന്നെ നോക്കിയാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഉദ്ദേശിക്കുന്ന ചെറിയ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റിയില്ലെങ്കിലും ഏതാനും കാര്യങ്ങളെങ്കിലും നമുക്ക് പറയാൻ സാധിക്കും. കുടുംബം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഫാമിലി എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷിൽ അർത്ഥം. കുടുംബ എന്നാണ് കന്നഡത്തിൽ പറയുന്നത്. നമ്മുടെ സാധാരണ കുടുംബം എന്ന് പറയുന്നതിന് വളരെ വിശാലമായ അർത്ഥങ്ങൾ ഉണ്ടെങ്കിലും ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു വീട്ടിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കുടുംബം എന്നതിന് യഥാർത്ഥത്തിൽ ഭാര്യ മക്കൾ എന്ന് മാത്രമല്ല അർത്ഥമുള്ളത്. അത് അതിനേക്കാളും വളരെ വിശാലമാണ്. ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളുകൾ എൻ്റെ ഫാമിലി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ്റെ ഇളയമ്മയും മൂത്താമ്മയും മൂത്താമ്മൻ്റെ മക്കളും കാക്കന്മാരും അമ്മായിമാരും എല്ലാവരും ഇവിടെ ഉണ്ടെന്നല്ല, ഭാര്യ ഉണ്ട്, മക്കളുണ്ട് എന്ന് മാത്രമാണ് ഇതിൻ്റെ അർത്ഥം. അപ്പൊ മനുഷ്യൻ ഭാര്യ മക്കളിലേക്ക് മാത്രം അധികം ശ്രദ്ധ കൊടുക്കുകയും കുടുംബത്തിലെ മറ്റുള്ളവരെ എല്ലാം ഏകദേശം മറന്നു കളയുകയും അവരുമായുള്ള ബന്ധങ്ങൾ വേണ്ട പോലെ നടക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഉമറുൽ ഖാദിർ റളിയല്ലാഹു അൻഹു 200 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു പാട്ടുണ്ട്. അലിഫുൽ അഖാരിബി ഫി സമാനി ഖദ് ഇൻഖലബ് ഐനൻ ഫസാറൽ അഖറബൂന അഖാരിബ. അഖറബ്, അഖാരിബ് എന്നൊക്കെയാണ് കുടുംബത്തിനെ പറ്റി പറയൽ അറബിയിൽ. അതിന്റെ ആദ്യത്തെ അക്ഷരം അത് അലിഫാണ്, ഹംസയാണ്. ഉമർ ഖാദി തങ്ങൾ പറയുകയാണ് 200 കൊല്ലങ്ങൾക്ക് മുമ്പ് അഖാരിബ് എന്നതിന്റെ ആദ്യാക്ഷരമായ അലിഫ് അത് മാറി ഐനായി. ഐനാകുമ്പോഴേക്ക് ഇതിന്റെ അർത്ഥം ചേഞ്ച് ആവും. ഫസ്വാറൽ അഖറബൂന, അങ്ങനെ അലിഫ് പോയി ഐനായപ്പോൾ അഖറബീങ്ങൾ എന്ന് പറയുന്ന കുടുംബം അഖാരിബായി, തേളുകളായി. അഖറബ് എന്നാൽ ആദ്യത്തെ അക്ഷരം ഐനാകുമ്പോൾ ചേളു, കടിക്കുന്ന തേള് എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ 200 ആണ്ടുകൾക്ക് മുമ്പാണ് സയ്യിദുനാ ഉമറുൽ ഖാദി അൽ ബിലങ്കുത്തി ഖദ്ദസല്ലാഹു സിറഹ് നമ്മളെ സൂചിപ്പിച്ചത്. അന്ന് വാട്സപ്പോ ഇന്റർനെറ്റോ ആധുനിക മാധ്യമങ്ങളോ സോഷ്യൽ മീഡിയകളോ ഒന്നും ഈ ലോകം കണ്ടിട്ടില്ലാത്ത കാലഘട്ടത്തിൽ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച ചാൾസ് ബെബേജിന്റെ ഉപ്പാന്റെ ഉപ്പ ജനിക്കുന്നതിന് മുമ്പ് സഹോദരന്മാരെ, നമ്മൾ എത്ര സുന്ദരമായ ഒരു അന്തരീക്ഷത്തിലായിരുന്നു അന്ന് ജീവിച്ചത്. ആ കാലഘട്ടത്തെ പറ്റി പോലും പണ്ഡിതനായ, സൂഫിയായ, ദാർശനികനായ, വലിയായ സഖാഫികളുടെയും ഒക്കെ ഉസ്താദുമാരുടെ പരമ്പരയിൽ വരുന്ന മഹാനായ ഉമറുൽ ഖാദി തങ്ങൾ അവറുകൾ സൂചിപ്പിച്ചത്. അപ്പൊ ഇന്ന് ഏതായാലും കുടുംബ ബന്ധം എന്ന് പറയുന്നത് തകർന്ന് തരിപ്പണമായി, തൂഫാനായി പോയിട്ടുണ്ട്. ആരെയും നമുക്ക് പരിചയമില്ലാത്തൊരു കാലഘട്ടം വന്നിട്ടുണ്ട്. മഹറം എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന, തൊട്ടാൽ ഉളൂ മുറിയാത്ത സ്വന്തം സഹോദരിമാർ, നമ്മൾ ആണുങ്ങൾക്ക്
ഉപ്പയുടെ സഹോദരിമാർ, ഉമ്മയുടെ സഹോദരിമാർ, നമ്മുടെ സ്വന്തം പെൺമക്കൾ, അവരുടെ പെൺമക്കൾ, ഉമ്മ, അങ്ങനെ പോയി മഹറം എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവർ, അവരെപ്പോലും പരിചയമില്ലാത്തൊരവസ്ഥയാണ് ഇന്ന് എല്ലാവർക്കും ഉള്ളത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഭക്ഷണം കഴിച്ചിട്ടിരുന്നത് കൊണ്ടും പിന്നെ ഒരു ചൂടൊക്കെ അന്തരീക്ഷത്തിലുള്ളത് കൊണ്ടും ആളുകൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ് തോന്നുന്നത്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും, ഒന്ന് ബേജാറാക്കരുത്. പെന്നും കടലാസൊക്കെ താഴെ വെക്കി. എല്ലാവരും ഒന്ന് അങ്ങോട്ട് തിരി, ആ ഭാഗത്തേക്ക്. ഇങ്ങനെ തിരിയണോ? മുഖല്ല, ഫുള്ള് തടി കൊണ്ട്. എല്ലാവരും തിരിഞ്ഞില്ലേ? എല്ലാവരും തിരി. എന്നിട്ടൊന്ന് എന്നെ നോക്കിയേ. എല്ലാവരും നിങ്ങളുടെ മുമ്പിലുള്ള ആളുകൾക്ക് 1 2 1 2 1 2 എന്ന് പറഞ്ഞ് കുത്തണം. കുത്തി ബിസ്മില്ലാ 1 2 എത്ര കഴിയുന്ന അത്ര. തിരിച്ച് പകരം വീട്ടാനുള്ള അവസരമുണ്ട്. നല്ലോണം കുത്തി, എന്ത് പേടിക്കണ്ട. പകരം വീട്ടാനുള്ള അവസരമുണ്ട്. ലാസ്റ്റ് നിൽക്കുന്ന ആൾ സന്തോഷപ്പെടേണ്ട. ആദ്യത്തെ ആൾ 1 2 1 2 1 2 ഫാസ്റ്റ് 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 സ്റ്റോപ്പ്. എല്ലാവരും ഇങ്ങോട്ട് നോക്കിയേ. തിരിഞ്ഞ് അങ്ങോട്ട് തിരി. നിങ്ങളെ കുത്തിയാളെ അത്യധികം ശക്തിയോടെ പ്രതിരോധിക്ക്. ബിസ്മില്ലാ. ഇസാബിന്റെ പ്രവർത്തകരായതുകൊണ്ട് ആരും ഒരു ജോർ അടിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് സ്റ്റോപ്പ്. അപ്പോ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സംഘടനാ പ്രവർത്തനം വിജയിക്കണമെങ്കിൽ നമ്മുടെ കുടുംബജീവിതം വിജയിക്കണം. കുടുംബജീവിതം എന്ന് പറയുന്നത് പേഴ്സണൽ ലൈഫാണ്. പേഴ്സണൽ ലൈഫ് ആർക്ക് വിജയിച്ചിട്ടില്ല അവർക്ക് ആർക്കും സോഷ്യൽ ലൈഫ് വിജയിക്കുകയില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട തിയറി. നിങ്ങൾ മനസ്സിലാക്കേണ്ട തിയറിയാണ്. ആരുടെയൊക്കെ പേഴ്സണൽ ಲೈಫ್ ವೈಯಕ್ತಿಕമായ ಜೀವಿತಂ ಯಾರ ವ್ಯಕ್ತಿಗತ ಬದುಕು ಜೀವನ ಸರಿಯಾಗಿಲ್ಲವೋ ಅವರ ಸಾಮಾಜಿಕ ಜೀವನ ಸರಿಯಾಗಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ ಎನ್ನುವುದು ಒಂದು ತತ್ವ, ഒരു തിയറിയാണ്. അതുകൊണ്ട് ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുടുംബത്തെ ജീവിതം വളരെ ഇമ്പമുള്ളതാക്കാൻ വേണ്ടിയാണ്. കുടുംബം എന്ന് പറയുമ്പോൾ ഒരു ഇമ്പം എന്നൊരു വാക്കുണ്ട്. ഏറ്റവും നല്ല അന്തരീക്ഷം, സന്തോഷം, സുഖം, ഗുണം. നമുക്കെല്ലാവർക്കും വീടുകളുണ്ട് അല്ലേ? സ്വന്തമായ വീടുകളിലാണെന്ന് കൈപൊക്കിയേ. സ്വന്തമായ വീടുകൾ ഇനിയും വരാത്ത കുറെ ആളുകളുണ്ട്. അല്ലാഹു നമുക്കെല്ലാം സ്വന്തമായി വീട് നൽകട്ടെ. വീടിന് എന്താണ് ഇംഗ്ലീഷിൽ പറയുന്നത്? എന്താണ്? ഹൗസ് എന്നാണ്. ആ വീടിന് പിന്നൊരു പദമുണ്ട് ഇംഗ്ലീഷിൽ, അതേതാണ്? ഹോം. വെരി ഗുഡ്. അപ്പൊ നിങ്ങളൊക്കെ വിദ്യാഭ്യാസമുള്ളവരാണ്. ഞാൻ ചോദിക്കുന്നത്, വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹൗസ് ആൻഡ് ഹോം? ഹൗസിന്റെയും ഹോമിന്റെ ഇടയിൽ എന്താണ് ഡിഫറൻസ്? ഹോം എന്ന് പറഞ്ഞാലും പോരെന്നെ, ഹൗസ് എന്ന് പറഞ്ഞാലും വീട് തന്നെ, റെസിഡൻസ്, അതൊക്കെ പറഞ്ഞിട്ട് വേറെ വേറെ പേരുകളുണ്ട്. അപ്പോൾ ഹോമും ഹൗസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായാൽ നിങ്ങളുടെ 50% പ്രശ്നങ്ങൾ തീരും. നിങ്ങൾക്ക് പ്രശ്നമുണ്ട് എന്നല്ല പറയുന്നത്, മാതൃ കുടുംബമല്ലേ നമ്മുടെ വിഷയം. ഹൗസും ഹോമും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും ഒന്നുകൂടി അത് നിങ്ങൾക്ക് ഓർമ്മ വന്നാൽ നിങ്ങളുടെ 50% പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. ഹൗസ് എന്ന് പറഞ്ഞാൽ കട്ടകളുള്ള, മീൻസ് ഇഷ്ടികകളുള്ള, കമ്പിയുള്ള, സിമെന്റ് കൊണ്ട് പ്ലാസ്റ്ററിങ് ചെയ്ത, സ്ലാബ് ഇട്ടിട്ടുള്ള, കണ്ടിയും വാതിലുള്ള ഒരു കേവലം ബിൽഡിങ്ങിനാണ് ഹൗസ് എന്ന് പറയുന്നത്. അപ്പൊ എൻ്റെ ഹൗസ്, തമ്പിനമക്കി ഹൗസ് എന്ന് പറയുമ്പോൾ തമ്പിനമക്കിയിലുള്ള എൻ്റെ ബിൽഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും, അഥവാ നിങ്ങൾ എഴുതിയിട്ടുണ്ടാകും, നിങ്ങളുടെ സ്വന്തം പുരന്റെ ഉദ്ഘാടനം, വീടുകളുടെ ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് വീട് ഉദ്ഘാടനത്തിന്റെ കത്തെഴുതുമ്പോൾ, വീട് ഉദ്ഘാടനത്തിന് ഇംഗ്ലീഷിൽ ഹൗസ് വാമിംഗ് എന്നാണ് പറയൽ. ഹൗസ് വാമിംഗ്, പുര ചൂടാക്കൽ. അപ്പൊ ഈ പുര ചൂടാക്കൽ പരിപാടി, ഹൗസ് വാമിംഗ് പരിപാടി, കുടിയിരിക്കൽ പരിപാടിക്ക് നല്ല ടെക്സ്റ്റ്, അതിൻ്റെ കത്തെഴുതുമ്പോൾ ഉണ്ടാക്കുന്ന നല്ല ടെക്സ്റ്റ്, അതിൽപ്പെട്ട ഒന്നാണ് ഞാൻ എൻ്റെ ഹൗസിനെ ഹോം ആക്കി മാറ്റുകയാണ് എന്നുള്ളത്. ഞാൻ എൻ്റെ ഹൗസിനെ ചേഞ്ച് ചെയ്ത് ഹോം ആക്കി മാറ്റുന്നുണ്ട്.
അഥവാ എൻ്റെ ഹൗസ് കൺവേർട്ടിംഗ് ടു ഹോം എന്ന് പറഞ്ഞുകൊണ്ടാണ് പൊരകുടിൻ്റെ കത്തുകളിൽ നമ്മൾ കാണുന്ന ടെക്സ്റ്റുകളിൽ പുതിയ ഒരു വിധത്തിൻ്റെ ഒരു ടൈപ്പ്, ഒരു പുതിയൊരു മോഡലിൻ്റെ ടെക്സ്റ്റ്. അപ്പൊ ഇവിടെ ഹൗസ് എന്ന് പറയുന്ന ബിൽഡിങ്ങിനെ ഹോം എന്ന് പറയുന്ന ഒരു അന്തരീക്ഷമാക്കി മാറ്റുന്നത് അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഹൗസിലുള്ളത് ഇഷ്ടികയാണ്, സിമെന്റാണ്, കമ്പിയാണ്, ദാരന്തം, വാതില്, കിളിവാതില് അതുപോലെയുള്ളതാണ്. ഹോം എന്ന് പറയുന്ന സങ്കല്പത്തിലുള്ളത് സന്തോഷമാണ്, ഇണക്കമാണ്, ഇമ്പമാണ്, അഡ്ജസ്റ്റ്മെന്റ് ആണ്, ഹൊന്താണിക്കയാണ്, ചിരിയാണ്, കളിയാണ്, തമാശയാണ്. അവിടെ ഒരു ആശയമുണ്ട്. ഹോം എന്ന് പറയുമ്പോൾ ഒരു ആശയം അവിടെ ജനിക്കുന്നുണ്ട്. ഹൗസ് എന്ന് പറയുമ്പോൾ അവിടെ ആശയം ജനിക്കുന്നില്ല. അതുകൊണ്ട് നാം നമ്മുടെ വീടുകൾ എന്ന് പറയുന്നത് ഏറ്റവും സുന്ദരമായ അന്തരീക്ഷമായിരിക്കണം. വീട്ടിലേക്ക് കടക്കുന്ന സമയത്ത് വലതുകാൽ വെച്ച് പ്രവേശിക്കണം. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇടതുകാൽ വെച്ച് ഇറങ്ങണം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, നിങ്ങൾ മക്കത്തേക്കാണ് പോകുന്നത്, ഉംറ ചെയ്യാനാണ് പോകുന്നത്, നിങ്ങൾ വെള്ളിയാഴ്ച പള്ളിയിലേക്കാണ് പോകുന്നത്, അതല്ലെങ്കിൽ ഒരു മഖാം സിയാറത്തിനാണ് പോകുന്നത്, അല്ലെ അജ്മീർ ദർഗയിലേക്കോ മറ്റുമാണ് പോകുന്നത്. നല്ല കാര്യത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പോലും നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എടുത്തു വെക്കേണ്ട കാലം ഏതാണ്? ലെഫ്റ്റാണ്. ഉംറക്കാണ് പോകുന്നത്, വീട്ടിൽ നിന്ന് തന്നെ ഇറാം കെട്ടി വിചാരിക്കാം. എന്നിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഞാൻ ഉംറക്ക് പുറപ്പെടുകയാണ്, നവൈതുൽ ഉംറത വഹറംതു ബിഹാ ലില്ലാഹി തആല ലബ്ബൈക് അല്ലാഹുമ്മ ബിഉംറത്തിൻ ലബ്ബൈക് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്ന സമയത്തും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തു വെക്കേണ്ട കാല് വലത് കാലല്ല, പിന്നെ ഏതാണ്? ഇടത് കാലാണ്. ഒന്നുകൂടി 1 to 1 ആക്കണം. ഉറക്കി പോയാ കുറച്ചാൾ വീണ്ടും ഇങ്ങനെ തൂങ്ങുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ്, അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ആ ഒരു സന്തോഷകരമായ അന്തരീക്ഷം വീട്ടിലുണ്ടാകണം. നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനേ മനസ്സില്ല. അതാണ് ഇടതുകാൽ വെച്ച് നമ്മൾ ഇറങ്ങാനുള്ള കാരണം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനേ നമുക്ക് മനസ്സില്ല. വീട് നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. വീട് നമ്മുടെ ജീവിതവുമായിട്ട് ഏറ്റവും ബന്ധമുള്ള ഒരു സന്തോഷമുള്ള ഒരു സംഭവമാണ് വീട്. അപ്പോൾ വീട് നിന്ന് ഇറങ്ങാന്നുള്ളത് വെറുക്കുന്ന സാധനമാണ്. എവിടെയൊക്കെ വെറുപ്പുണ്ടോ അവിടെയാണ് നമ്മൾ ഇടതുകാൽ വെച്ച് പ്രവേശിക്കുന്ന. കക്കൂസില്, മാർക്കറ്റുകളില്, നല്ലതല്ലാത്ത സ്ഥലങ്ങളൊക്കെ ഇടതുകാൽ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. കാരണം നമുക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലങ്ങൾ. അപ്പൊ വീടുമായിട്ട് എല്ലാ സമയങ്ങളിലും നമ്മൾ ഒതുങ്ങി സന്തോഷത്തോടുകൂടി കഴിയണം. വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങി പുറത്തു പോകുക എന്നുള്ളത് ഒരു കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള അനുഭവമല്ല എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് സൂചിപ്പിച്ചിട്ടുണ്ട്, വല്ല ആവശ്യത്തിന് വേണ്ടി പുറത്തു പോയാൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പെട്ടെന്ന് മടങ്ങിക്കൊള്ളണം. വീടുമായിട്ടുള്ളൊരു അറ്റാച്ച്മെന്റ് ദായിമായിട്ടുണ്ടാകണം. എവിടെ പോയാലും വീട്ടിലേക്ക് മടങ്ങുക എന്നൊരു സങ്കല്പം നമുക്ക് എല്ലാ സമയത്തും ഉണ്ടാകണം. ആ ഒരു അന്തരീക്ഷത്തിലേക്ക് ആരുടെ വീട് മാറി അവരാണ് ഏറ്റവും വിജയിച്ച ആളുകൾ. അവരുടെ കുടുംബമാണ് മാതിരി കുടുംബം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വീട് ഏറ്റവും സന്തോഷമുള്ള ഒരു സംരംഭമാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വീട്ടിൽ കാര്യമായിട്ടുള്ളത് ഭാര്യയാണ്. ഭാര്യക്കാണ് വീട്ടിന്റെ ഫുള്ള് ജവാബ്ദാരി. ഇസ്ലാം ഒരു സ്ത്രീക്ക് ഒരു അധികാരവും കൊടുത്തിട്ടില്ല. ഒരു സ്ഥലത്തും ഇസ്ലാം വിലായത്ത് എന്ന് പറയുന്നത്, ഇമാറത്ത് എന്ന് പറയുന്നത് സ്ത്രീയെ ഇസ്ലാം ഏൽപ്പിച്ചിട്ടില്ല. ഷർത്തുൽ ഇമാറാത്ത് പറയുന്ന സമയങ്ങളിൽ, ലീഡർഷിപ്പിന്റെ നിബന്ധനകൾ പറയുന്ന സമയത്ത് ആ അമീർ അത് പുരുഷനായിരിക്കണമെന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സ്ത്രീകൾ എത്ര വലിയ സ്ത്രീ ആയാലും, ആലിമത്തായ അൽമാഹിറയായ പെണ്ണായാലും ഭർത്താവിന് ഇമാമത്തിക്കാണ് അധികാരം ആ പെണ്ണിനില്ല. അവൾക്ക് ഭരണരംഗത്ത് വരാനുള്ള അധികാരങ്ങളില്ല, ഇസ്ലാമിലില്ല. പിന്നെ മീസലാത്തിയും റിസർവേഷനും മഹിളാ മീസലാത്തിയൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ പെണ്ണിന് വോട്ടിടേണ്ടി വരും. അത് നമുക്ക് മനസ്സുണ്ടായിട്ടിരുന്നതല്ല, അത് ഗവൺമെന്റ് നിയമമായത് കൊണ്ടിരുന്നതാണ്. അപ്പൊ ആ പെണ്ണിനെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏൽപ്പിച്ചത് അൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി ബഅലിഹാ അല്ലെങ്കിൽ സൗജിഹാ വഹിയ മസ്ഊലത്തുൻ അൻഹാ. ഒരു പെണ്ണിന്റെ ജവാബ്ദാരിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് അവളുടെ വീട്. ആരുടെ വീട്? അവളുടെ വീടല്ല, ബൈത്തി സൗജിഹ, അവളുടെ ഭർത്താവിന്റെ വീട്.
ഭർത്താവിൻ്റെ വീടിൻ്റെ സർവാധികാരിണിയാണ് സ്ത്രീ. അവളാണ് വീടിൻ്റെ കൺട്രോളർ, അവളാണ് ആ വീടിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കേണ്ടവൾ. അപ്പൊ നമുക്ക് മനസ്സിലായി കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ സ്ത്രീയാണ്, ഭാര്യയാണ് എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹബന്ധത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. സന്യാസം എന്ന് പറയുന്നതിനെ, വിവാഹം ചെയ്യാതിരിക്കുക എന്ന് പറയുന്ന സംഭവത്തെ റസൂലുള്ളാഹി ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല. റസൂലുള്ളാഹി ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. 11-ലധികം ഭാര്യമാർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നു. ഒരു സഹാബി വന്ന് സഹാബികളുടെ മീറ്റിംഗിൽ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടു. ചില ആളുകൾ പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിന് വേണ്ടി വന്ന ആളുകളാണ്, നമ്മളിങ്ങനെ വന്നിട്ട് ദുനിയാവിൽ ഇങ്ങനെ അടിപൊളിയായി ജീവിക്കാൻ പാടില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് അവർ വന്നിട്ട് ചോദിച്ചു, നബി തങ്ങൾ വിവാഹം ചെയ്തിട്ടുണ്ടോ? റസൂലുള്ളാഹിക്ക് ഭാര്യമാരുണ്ടോ? മറുപടി കിട്ടി, റസൂലുള്ളാഹിക്ക് ഭാര്യമാരുണ്ട്, റസൂൽ വിവാഹം ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർ വിചാരിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ, അള്ളാഹുവായിട്ട് വലിയ ബന്ധമുള്ള ആളല്ലേ, അപ്പൊ നബി തങ്ങൾക്ക് വിവാഹം കഴിച്ചിട്ട് കുടുംബജീവിതം നടത്താം. നമുക്കത് പറ്റൂല. നമ്മൾ കുടുംബജീവിതം നയിക്കാൻ തുടങ്ങിയാൽ ആ സുഖസന്തോഷത്തിനിടയിൽ അള്ളാഹ് മറന്നുപോകും. അതുകൊണ്ടൊരു സ്വഹാബി പറഞ്ഞില്ല, ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കൂല എന്ന് പറഞ്ഞു. പിന്നെ ചില ആളുകൾ പറഞ്ഞു, ആക്കിലുള്ള ഹെമ, ഞാൻ ഇറച്ചി തിന്നൂല എന്ന് പറയും. ദീപത്ത് പറയില്ല എന്നല്ല, ഒറിജിനൽ മാംസം തിന്നൂല എന്ന് പറഞ്ഞു. ഞാൻ വെജിറ്റേറിയൻ ആകാൻ പോവാണെന്ന് പറഞ്ഞു. പിന്നെ ഒരാളെ പറഞ്ഞില്ല, അനാമല ഫിറാഷ്, ഞാൻ വിരിപ്പിന്റെ മേൽ ഉറങ്ങൂല. ഉറങ്ങേണ്ടി വന്ന ഏതെങ്കിലും മരത്തിന്റെ മുകളിലോ അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ളൊരു തറന്റെ മുകളിലൊക്കെ ഉറങ്ങും. ഞാൻ ഒരിക്കലും വിരിപ്പിന്റെ മുകളിൽ ഉറങ്ങൂല. സുഖമൊന്നും ഞാൻ അനുഭവിക്കൂല. ഞാൻ അല്ലാഹു തആലക്ക് വേണ്ടി ഈ ലോകത്ത് കഷ്ടപ്പെടും. അള്ളാഹ് അനുവദിച്ച ഒരു സുഖങ്ങൾ എനിക്ക് വേണ്ട എന്ന് സ്വഹാബികൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ബാലു അഖ്വാമിൻ ഖാലു കദാ വകദാ. എൻ്റെ അടുക്കൽ വന്നുകൊണ്ട് ഞാൻ ഇല്ലാത്ത സമയത്ത് എൻ്റെ വീട്ടുകാരെ പറ്റി അന്വേഷിച്ചിട്ട്, എൻ്റെ ഇബാദത്തിനെ പറ്റി അന്വേഷിച്ചിട്ട്, അത് നബി തങ്ങളുടെ ഖുസൂസിയത്താണ്, നമുക്കത് സാധിക്കൂല, വിവാഹം ചെയ്താൽ അള്ളാഹനെ മറന്നുപോകും, നല്ല ഫോമിൽ ഉറങ്ങിയാൽ അള്ളാഹനെ മറന്നുപോകും എന്നൊക്കെ വിചാരിച്ചിട്ട് സംസാരിച്ച ആളുകളുടെ അവസ്ഥ എന്താണ്? എന്നിട്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാകിന്നി ഉസല്ലി വ അനാം, ഞാൻ നിസ്കരിക്കും, ഞാൻ ഉറങ്ങും, വ അസൂമു ഉഫ്തിർ, ഞാൻ നോമ്പെടുക്കും, ഞാൻ നോമ്പ് തുറക്കും, വ അതസവ്വജു നിസാ, ഞാൻ സ്ത്രീകളെ കല്യാണം കഴിക്കുകയും ചെയ്യും. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, അങ്ങനെ എൻ്റെ സുന്നത്താണ് ഇത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണിത്. പല മതങ്ങളിലും വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ച അത് പുണ്യകർമ്മമായി കണ്ട മതങ്ങളുണ്ട്. ഉദാഹരണത്തിന് പറഞ്ഞാൽ മതങ്ങൾ ആക്ഷേപിക്കുകയല്ല. ജീസസ് ക്രൈസ്റ്റിന്റെ മതത്തിൽ, യേശുക്രിസ്തുവിന്റെ മതത്തിൽ ഏറ്റവും സ്വാലിഹീങ്ങളാരാണ്? വിവാഹമൊന്നും കഴിക്കാതെ എല്ലാ സമയങ്ങളിലും അവരുടെ ആരാധനാലയങ്ങളിൽ ഇരിക്കുന്ന സ്ത്രീകൾ, പുരുഷന്മാർ. മറ്റു പല മതങ്ങളിലും അങ്ങനെ തന്നെയാണ്. വിവാഹം കഴിക്കാൻ പാടില്ല എന്നവർക്ക് നിയമങ്ങളുണ്ട്. നമുക്കൊരിക്കലും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾക്കും, ആലിമിനും വലിയനും ഒരു മഹല്ലിന്റെ ഖതീബിനും മുദർരിസിനും നിങ്ങൾ വിവാഹം കഴിച്ചിട്ട് കുട്ടികളുമായിട്ട് ഇടപെടാൻ തുടങ്ങിയാൽ മഹല്ല് വടക്കാവും, ആളുകൾക്ക് ദഅവ എത്തിക്കാൻ സമയം ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഫാമിലി ജീവിതം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരോടും വിവാഹം കഴിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരോടും വിവാഹം കഴിക്കണം, കുട്ടികളുണ്ടാകണം, കുറച്ചു കുട്ടികളല്ല, ധാരാളം സന്താനങ്ങൾ ഉണ്ടാകണം. തനാകഹു വ തനാസലു, ഒരുപാട് കുട്ടികളുണ്ടാകണം, അവർക്കൊക്കെ അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ടാകും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിവാഹം കഴിച്ചിട്ട് ഒരു പെണ്ണിനെ സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന മനുഷ്യൻ, ഇത് SYSന്റെ ഇസാബാന്റെ ടീമായതുകൊണ്ട് എങ്ങനെയുള്ള പെണ്ണിനെ കല്യാണം കഴിക്കണം എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയൊരിക്കൽ ട്രൈ ചെയ്യാമെന്ന് തോന്നും. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. നിങ്ങൾ കെട്ടിയ പെണ്ണെന്നെ നിങ്ങൾക്ക് അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഒരാൾ ജൂർ ആമീൻ പറയുന്നതിന് ചെറിയ ബർക്കത്ത് ഉണ്ടാവും. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ഈ സ്ത്രീകളെ വിവാഹം ചെയ്യുന്ന സമയത്ത്
ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. നല്ല സ്വഭാവമുള്ള പെണ്ണിനെ കെട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്, പല ആളുകളും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ, ഗൾഫിലുള്ള KCF-ന്റെ പ്രവർത്തകർ നമ്മളോട് പോയാൽ പലരും പറയും യതീമായ പെണ്ണുണ്ടെങ്കിൽ പറയണോ കല്യാണം കഴിക്കാൻ വേണ്ടി. ഞാൻ അവരോടൊക്കെ പറയുന്നത്, ഒരിക്കലും ഒരു യതീം പെണ്ണിനെ കല്യാണം കഴിക്കാൻ റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല. പാവപ്പെട്ട കുടുംബത്തിലെ പെണ്ണിനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് കുറെ ആളുകൾ അത്തരത്തിലുള്ള പെണ്ണിനെ അന്വേഷിക്കുന്നുണ്ട്. എവിടെയും ഒരു സ്ഥലത്ത് പോലും അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാവപ്പെട്ട യതീമായ ഗതിയില്ലാത്ത കുട്ടികളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അവിടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഏറ്റവും ഹൊന്താണിക്കയാകുന്ന ഒരു പാവാവട്ടെ പണക്കാരാവട്ടെ അവർക്ക് ദീനുണ്ടോ എന്നാണ് നോക്കേണ്ടത്. കേവലം പണത്തിന് വേണ്ടി, കേവലം സൗന്ദര്യത്തിന് വേണ്ടി, കേവലം തറവാടിന് വേണ്ടി കല്യാണം കഴിക്കുന്ന ആളൊക്കെ റസൂൽ ആക്ഷേപിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരുപാട് മക്കളുള്ളവരാണ് നിങ്ങളൊക്കെ. അത് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. വീട്ടുകാരുമായിട്ട് നമ്മുടെ ബന്ധം, ഒന്നാമതായിട്ട് ഞാൻ പറയാൻ പോകുന്നത്, വീട്ടുകാരുമായിട്ട് കാര്യങ്ങളെല്ലാം ഷെയറിങ് ചെയ്യുന്ന ആളുകൾ നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ കുടുംബം ഒരു മാതിരി ജീവിതമായിരിക്കും. കാര്യങ്ങളെല്ലാം വീട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാം. മനമന്തിയൊന്നിಗೆ വിഷയಗಳನ್ನು ഹഞ്ചുകൊള്ളുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങളൊക്കെ സംസാരിക്കുക, ക്യാമ്പിന് വന്നു വരുന്ന സമയത്ത് SYS-നെ പറ്റി വീട്ടുകാർക്ക് പരിചയപ്പെടുത്തുക. ചില വീട്ടുകാർക്ക് SYS അറിയേയില്ല, ഇസാബ് എന്താണെന്ന് അറിയില്ല, SSF എന്താണെന്ന് അവർക്കറിയില്ല, മുസ്ലിം ജമാഅത്ത് എന്താണെന്ന് അറിയില്ല. ആരെങ്കിലും ഏടക്ക് പോയിനെ എന്ന് ചോദിച്ചാൽ പോയിനെ ഉണ്ടല്ലേ മീറ്റിംഗ്, വേറെ പണിയുണ്ട് അയാൾക്ക് എന്ന് പറയുന്ന പെണ്ണുങ്ങളായിരിക്കും അധികവും. അയാൾക്ക് മീറ്റിങ്ങിന് പോകുന്നില്ലാതെ പിന്നെന്ത് പണിയുണ്ട്, വേറെന്ത് പണിയുണ്ട് ഇയാൾക്ക്, ഉണ്ടാവാടെ സഫിൻ്റെ മീറ്റിംഗ് എന്ന് പറയുന്നവരാണ് നിങ്ങളുടെ ഉമ്മയും നിങ്ങളുടെ ഭാര്യമാരെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങൾ ഏറ്റവും മോശപ്പെട്ട ഓർഗനൈസറാണ്, ബാഡ് ഓർഗനൈസറാണ്, കെട്ട സംഘടക നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ സർവ്വകാര്യങ്ങളും ആദ്യമായിട്ട് ചർച്ച ചെയ്യേണ്ടതും ആദ്യമായിട്ട് ഷെയർ ചെയ്യേണ്ടതും നിങ്ങളുടെ വീട്ടുകാരായിട്ടാണ്. നിങ്ങളുടെ ഭാര്യയ്ക്ക് SYS-ന്റെ ഫുൾ ഫോം അറിയോ, നിങ്ങൾ നല്ല സംഘാടകൻ. നിങ്ങളുടെ ഭാര്യയ്ക്ക് SYS-ന്റെ ഫുൾ ഫോം അറിയിലേക്ക് നിങ്ങൾ വളരെ മോശപ്പെട്ട സംഘാടകൻ. നിങ്ങൾ ലോകത്തിന്റെ തർബിയത്ത് ചെയ്യുന്നതിന് മുമ്പ്, ലോകത്തേക്ക് നിങ്ങൾ പ്രഭാഷണം ചെയ്യുന്നതിന് മുമ്പ്, ദഅവ നടത്തുന്നതിന് മുമ്പ് അൻദിർ അശീറതകൽ അഖ്റബീൻ, അടുത്തുള്ള ആളുകളെ നിങ്ങൾ ഇൻദാർ ചെയ്യുക എന്നാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിച്ചത്. അൻദിർ അശീറതകൽ അഖ്റബീൻ. ജബൽ ഖുബൈസിന്റെ മുകളിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഭാഷണം നടത്തി. നബി തങ്ങൾ അല്ലാഹു നബിയാക്കി നിയോഗിച്ചു. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നത് കുടുംബത്തെ പറ്റി, കുടുംബത്തോട് സംസാരിക്കുകയാണ്. യാ സഫിയ്യത്ത് ബിൻത് അബ്ദുൽ മുത്തലിബ്, റസൂലുള്ളാഹിന്റെ അമ്മായി, ഉപ്പാന്റെ പെങ്ങൾ സഫിയ്യ ബിൻത് അബ്ദുൽ മുത്തലിബ്, അൻദിരി അശീർ അൻദിരി. അല്ലാഹു റസൂൽ പറയുകയാണ്, നീ നിന്നെ കാത്തോ, നിന്റെ ദുനിയാവ് ഞാൻ ഏറ്റെടുത്തു. ഫാത്തിമ ബീബിയോട് റസൂലുള്ളാഹി പറഞ്ഞു, നിന്റെ ദുനിയാവ് ഞാൻ ഏറ്റെടുത്തു, നിന്റെ ആഖിറം ഏറ്റെടുക്കാൻ എനിക്ക് സാധിക്കൂല, അതുകൊണ്ട് നിന്റെ ആഖിറം നീ തന്നെ ഏറ്റെടുക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. അതുകൊണ്ട് വീട്ടുകാരുമായി സംഘടനാ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും സംഘടനയെ വീട്ടുകാർക്ക് ആദ്യമായി പഠിപ്പിക്കുകയും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും പുണ്യമുള്ള ഖൈറായ ഇബാദത്താണെന്നും അതിൻ്റെ ബർക്കത്തുകളൊക്കെ നമ്മുടെ വീട്ടുകാർക്ക് കിട്ടുമെന്നും ഒരു വലിയൊരു ബോധം ആദ്യമായി നിങ്ങളുടെ കുടുംബത്തിനുണ്ടാക്കുക. റെഡിയല്ലേ? അടൊന്നുമില്ല, അത് സാദിഖ് മാസ്റ്റർ എല്ലാവരും ഇങ്ങോട്ട് വരും, അവരിങ്ങോട്ട് വരൂല്ലേ? അപ്പോൾ കാണും ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഒന്നുകൂടി എഴുന്നേ, ഒന്നുകൂടി എഴുന്നേ. നിങ്ങളെ കൈ കൊണ്ട് 1 to 9 എഴുതിയേ. 1 2 എല്ലാവരും എത്തണം. നെക്കിൽ നിങ്ങളും. 3 4 5 6 7 8 9. ഇനി കുറച്ചുകൂടി ഉറങ്ങിയാൽ കുത്താൻ തുടങ്ങും. 1 to 1 2 ആക്കാൻ തുടങ്ങും. അപ്പോൾ 1 to 1 2 രക്ഷപ്പെടണമെങ്കിൽ ചെറിയതൊക്കെ മതി. അപ്പോൾ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? നിങ്ങളുടെ ദഅവത്ത് ആദ്യമായി ആരംഭിക്കേണ്ടത് കുടുംബത്തോടാണ്. കുടുംബത്തോട് ദഅവത്ത് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമുക്കറിയാം, മുസ്ലിം ലോയർമാരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, അവരുടെ കയ്യിലുള്ള ഫയലുകളിൽ ഏറ്റവും കൂടുതൽ ഫയലുകൾ മുസ്ലിം സമുദായത്തിൻ്റെ ഡൈവോഴ്സ് കേസുകളാണ്. നമ്മൾ അന്ന് പ്രസംഗിച്ചിരുന്നു, മുസ്ലിമീങ്ങളിൽ ഡൈവോഴ്സും ഇല്ല, സൂസൈഡും ഇല്ല. ഞാനൊക്കെ 30 കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രസംഗിക്കാൻ വന്ന സമയത്ത് നമ്മളെല്ലാവരോടും പറയുന്ന ഒരു കാര്യമായിരുന്നു, മുസ്ലിം ഉമ്മത്തിൽ സൂസൈഡ് ഇല്ല, ആത്മഹത്യ ചെയ്യുന്ന പരിപാടിയില്ല, മുസ്ലിം ഉമ്മത്തിൽ ഡൈവോഴ്സ് ഇല്ല, തലാഖിൻ്റെ പരിപാടിയില്ല. ഇന്ന് ഏറ്റവും അധികം ഡൈവോഴ്സ് സംഭവിക്കുന്ന ഒരു വിഭാഗമായി നമ്മുടെ സമുദായം മാറി. ശരീഅത്ത് പഠിക്കുന്ന
ولا يحيطون بشيء. സഹോദരന്മാർ, ഞാൻ പറഞ്ഞത് ശരീഅത്ത് പഠിക്കുന്ന സ്റ്റുഡൻസ് വരെ സൂസൈഡ് ചെയ്യുന്നൊരു കാലഘട്ടം. ഞാൻ ഈ ശരീഅത്ത് കോളേജ് കുറേ കോളേജുകളിലേക്ക് പോകുന്നുണ്ട്. 48ഓളം കോളേജുകളിൽ ഈ കറാവളി ഭാഗത്തുള്ളതിൻ്റെ ഒരു കൗൺസിലുണ്ട്, വിമൻസ് ഇസ്ലാമിക് എഡ്യൂക്കേഷൻ കൗൺസിൽ. അയാൾ ചിലപ്പോൾ ക്ലാസ്സിന് പോകുന്ന സമയത്ത് കുട്ടികളോട് ഫീഡ്ബാക്ക് ചെയ്താൽ പറയുമ്പോൾ അതിൽ പലരും കുമ്പ്ര മർക്കസിലല്ല, അവിടെയൊക്കെ ഓക്കെ, പല സ്ഥലങ്ങളിലും ഐ ആം പ്ലാനിങ് ടു സൂസൈഡ് എന്ന് പറഞ്ഞ് എഴുതുന്ന കുട്ടികളുണ്ട്. സൂസൈഡ് ചെയ്യാൻ പ്ലാൻ ചെയ്ത് എന്ന് എഴുതുന്ന പെൺകുട്ടികളുണ്ട്, പല ജാതി പ്രശ്നങ്ങളെ കൊണ്ട്. അപ്പം ഈ ഒരു കുടുംബാന്തരീക്ഷമാണ് നമ്മുടെ പല വീടുകളിലും ഉള്ളത്. അതുകൊണ്ട് കുടുംബത്തെ ഏറ്റവും നമ്മൾ പറയുന്ന രൂപത്തിൽ പിടിച്ചു നിർത്താനും കുടുംബത്തിൽ ഏറ്റവും നല്ല സമാധാനാന്തരീക്ഷം ഉണ്ടാകാൻ നമ്മൾ ചെയ്യേണ്ടത് കൂടിയിരിക്കുക, ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. വിഷയങ്ങളൊക്കെ ഷെയർ ചെയ്യുക. ഈ പരിപാടി ക്ലാസ് പോയതിന് ശേഷം നിങ്ങൾ രാത്രി പുറക്ക് പോയിട്ട് ഈ ക്ലാസ്സിൽ ആരെല്ലാം എന്തെല്ലാം സംസാരിച്ചതൊക്കെ നിങ്ങൾ ആ കുടുംബമായിട്ട് ഷെയർ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ കാര്യങ്ങളും ഭാര്യമാരോട് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ സംഭവം. അപ്പോൾ ഭാര്യമാരില്ല, ഒരു ഭാര്യയേ ഉള്ളൂ. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹീൻ്റെ ആ സമയത്ത് പനി പിടിച്ചിട്ട് പേടിച്ചിട്ട് റസൂലുള്ളാഹി വീട്ടിലേക്ക് വന്ന് പുതപ്പിട്ട് മൂടാൻ വേണ്ടി പറഞ്ഞ സമയത്ത് ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞത്, വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ ഫഇന്നക ലതസിലുർ റഹ്മ വതഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂമ വതുഈനു അലാ നവായിബിൽ ഹഖ് വതഖറിൽ ളൈഫ വതുഈനു അലാ നവായിബിൽ ഹഖ്. നിങ്ങൾ അല്ലാഹു ഒരിക്കലും ഒന്നും ചെയ്യൂല, നിങ്ങൾ പാവങ്ങളെ സഹായിക്കുന്ന ആളാണ്, അതിഥികളെ സൽക്കരിക്കുന്ന ആളാണ്, നിങ്ങൾ യതീമിനെ ബഹുമാനിക്കുന്ന ആളാണ്, ധാരാളം ഖൈർ ചെയ്യുന്ന ആളാണ്. അപ്പോൾ റസൂലുള്ളാഹി ചെയ്ത സംഘടനാ പ്രവർത്തനങ്ങളാണ് ഇതൊക്കെ. ഇതെല്ലാം സംഘടനാ പ്രവർത്തനങ്ങളാണ്. ലതസിലുർ റഹ്മ, അത് സോഷ്യൽ ആക്ടിവിറ്റീസ്, കുടുംബബന്ധം ചേർക്കുക എന്നത്. തഖറിൽ ളൈഫ, കുടുംബ അതിഥികളെ സൽക്കരിക്കുക എന്നുള്ളത് റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതിയാണ്. സ്വഹാബത്തിനും ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതിയായിരുന്നു അത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു റൊട്ടി കഷ്ടം പിടിച്ചിട്ട് 8 കിലോമീറ്റർ നടന്നെന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. 8 കിലോമീറ്റർ കൂടെ തിന്നാൻ ആരും ഇല്ലാത്തതിൻ്റെ പേരിൽ. അപ്പോൾ ആളുകൾക്ക് എന്തെങ്കിലും കൊടുത്തുകൊണ്ട് ഷെയർ ചെയ്യുക എന്നവരുടെ സ്വഭാവത്തിൽപ്പെട്ടതായിരുന്നു. അപ്പോൾ എൻ്റെ ഉദ്ദേശം ചരിത്രം പറയലല്ല, നബിതങ്ങൾ ചെയ്ത സർവ്വ കാര്യങ്ങളും ഭാര്യ അല്ലെങ്കിൽ ഭാര്യമാർ അറിഞ്ഞു എന്നതാണ്. അപ്പം നിങ്ങൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും നിങ്ങളുടെ ഭാര്യമാർ അറിഞ്ഞാൽ നമ്പർ 1 നിങ്ങളോട് അവർക്ക് അഭിമാനമുണ്ടാകും. നമ്പർ 2 നിങ്ങളെ പറ്റിയുള്ള തെറ്റിദ്ധാരണ ഇല്ലാതാകും. അല്ലെങ്കിൽ ഓടിങ്ങനെ റൂമിൽ നിന്ന് ചിന്തിക്കും, ഈ പഹയൻ ഏടക്ക് പോകുന്നത്, എല്ലാ സമയത്തും വരുമ്പോൾ 12 മണിയാകുന്നുണ്ടല്ലോ, എല്ലാ സമയത്തും ലേറ്റായിട്ട് വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് നിങ്ങളെ മെല്ലെ വാച്ച് ചെയ്യാനും നിങ്ങളെ മൊബൈൽ ചെക്കാക്കാനും നിങ്ങളെ വാട്സപ്പ് ചെക്കാക്കാനൊക്കെ തുടങ്ങും. അപ്പോൾ വലിയ വിഷയത്തിൽ വിഷമത്തിലേക്ക് എത്തും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളും ചെയ്യുന്ന പ്രവർത്തനങ്ങളും നിങ്ങളുടെ വീട്ടുകാരോടൊക്കെ പറഞ്ഞ് അവർക്ക് ഏറ്റവും സന്തോഷമായിരിക്കും. അത് ഞങ്ങളെ തഫദ്ദലു. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് സന്തോഷമായിരിക്കും. പലർക്കും വീട്ടുകാർക്ക് സലാം പറയാൻ ഭയങ്കര മടിയാണ്. സലാം പറയുന്ന കൂട്ടത്തിൽ ഏറ്റവും അധികം നമ്മുടെ സലാം പറയുന്നുണ്ട്. സലാം എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹു തആലയുടെ രക്ഷയും സമാധാനം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്നുള്ള ദുആ അല്ലേ? അല്ലാഹുവിൻ്റെ സലാം, അല്ലാഹുവിൻ്റെ സലാം. സലാം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ ഒരു പേരാണ്. അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ടൊരു പേര് കൂടിയാണ് സലാം എന്ന് പറയുന്നത്. അപ്പോൾ അല്ലാഹുവിൻ്റെ സലാം നിങ്ങളുടെ മേലുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സലാമായ അല്ലാഹു നിങ്ങളെ നിരീക്ഷിക്കട്ടെ, നിങ്ങളെ കാക്കട്ടെ, നിങ്ങളെ സംരക്ഷിക്കട്ടെ എന്ന അർത്ഥം കൂടി ഇതിലുണ്ട്. അതുകൊണ്ട് പലർക്കും വീട്ടുകാർക്ക് സലാം പറയാൻ ഭയങ്കര മടിയാണ്. ലോകത്തേക്ക് മൊത്തം സലാം പറയും. പുറക്കാർക്ക് പുറയിൽ കയറുന്ന സമയത്ത് അസ്സലാമു അലൈക്കും എന്ന് പറയാൻ പല ആളുകൾക്കും മനസ്സ് വരുന്നില്ല. പല ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സലാം പറയലില്ല. ഫോൺ ചെയ്യുന്ന സമയത്തൊന്നും ഒരാളും ഭാര്യയ്ക്ക് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് സംസാരം ആരംഭിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. കാരണം എന്തുകൊണ്ട്? ഒരു അറ്റാച്ച്മെന്റ്, നല്ലൊരു അറ്റാച്ച്മെന്റ് ഇല്ലാത്തതിൻ്റെ പേരില്ല. ഭാര്യമാരോട് റസൂലുള്ളാഹി അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ എന്താണ്? വമിൻ ആയാതിഹി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. സൂറത്തു റൂമിലെ 21-ാമത്തെ ആയത്തിൽ 2 പ്രാവശ്യം അള്ളാഹു ഒമിൻ ആയാതിഹി ഒമിൻ ആയാതിഹി എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണെന്ന് 2 പ്രാവശ്യം അള്ളാഹു ആവർത്തിച്ചിട്ടുണ്ട്. എന്തിനെ പറ്റിയാണ് അള്ളാഹു പറയുന്നത്? അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളുടെ ജിൻസിൽ നിന്ന്, നിങ്ങളുടെ ജിസ്മിൽ നിന്ന്, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു നിങ്ങളുടെ ഇണകളെ പടച്ചു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് അള്ളാഹു ഹവ്വയെ പടച്ചു.
അങ്ങനെ അതിനെ തുടർന്ന് ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും അല്ലാഹു തആല മനുഷ്യർക്ക് എണകളായ അല്ലാഹു ഹവ്വാ റളിയല്ലാഹു അൻഹയെ പടച്ചു. അതേപോലെ എല്ലാ മനുഷ്യർക്കും അല്ലാഹു ഭാര്യമാരെ പടച്ചു. അത് അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. ഒൻറ്റിയായിട്ട് വളരെയധികം പ്രയാസത്തോടുകൂടി ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടായിരുന്നു സ്വർഗ്ഗലോകത്തിൽ. ആരെങ്കിലും ഒരു ജോഡി വേണമെന്നുള്ളൊരു ആഗ്രഹം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഉണ്ടായിരുന്നു. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹവ്വാ റളിയല്ലാഹു അൻഹയെ പടച്ചു. ആദം അലൈഹിസ്സലാം ഉറങ്ങുന്ന സമയത്ത് ഒരു വാരിയെല്ല് പൊക്കിയെടുത്തു. അതിൽ നിന്ന് ഹവ്വാഇനെ അല്ലാഹു തആല പടച്ചു. ഈ ഹവ്വാ റളിയല്ലാഹു അൻഹയെ പടക്കുന്നതും വാരിയെല്ല് എടുക്കുന്നതുമെല്ലാം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം നേരിട്ട് ലൈവായി കാണുന്നുണ്ടായിരുന്നു. അപ്പൊ ആദം നബി അലൈഹി സ്വലാമിന്റെ മുമ്പിലേക്ക് ഒരു പെണ്ണ്, നല്ല സുന്ദരിയായ ഒരു സ്പെഷ്യൽ ജീവി, അല്ലാഹു അതിന്റെ അപ്പുറത്ത് പറയുന്നത് നിങ്ങൾ നോക്കൂ, വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, അതും അല്ലാഹുവിന്റെ ആയാത്താണ്. ഒരു ബന്ധമില്ലാത്ത, ഒരു പരിചയമില്ലാത്ത, കുടുംബമില്ലാത്ത, പലരും മുമ്പ് കണ്ടിട്ടില്ലാത്ത, യാതൊരു ഐഡിയയുമില്ലാത്തൊരു പെണ്ണ് ഒരാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് അല്ലാഹു പറയുകയാണ്, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ് അൻജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്ക് അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല മവദ്ദത്ത് ഉണ്ടാക്കി, സ്നേഹമുണ്ടാക്കി തന്നു. ആദം അലൈഹി സ്വലാമിന് ഹവ്വാഇനോട് ഭയങ്കര സ്നേഹം തോന്നി, അട്രാക്ഷൻ തോന്നി. മവദ്ദത്തിന് അങ്ങനെയാണ് അർത്ഥം, അട്രാക്ഷനാണ് മവദ്ദത്ത്. റഹ്മത്തും തോന്നി, എന്നെക്കാൾ ദുർബലമായൊരു ജീവിയാണ്, എൻ്റെ സംരക്ഷണം ആവശ്യമുള്ളൊരു പടപ്പാണ്. അപ്പൊ ഇത് രണ്ടും തോന്നിയപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹവ്വാ റളിയല്ലാഹു അൻഹുമായിട്ട് കുടുംബജീവിതം ആരംഭിച്ചു. സ്വർഗത്തിലും ആരംഭിച്ചു, ഭൂമിയിൽ വന്നിട്ടും ആരംഭിച്ചു. 970 കൊല്ലം ഭൂമിയിൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചു. അങ്ങനെ അള്ളാഹുവിൻ്റെ നിയമങ്ങളെ പ്രകാരം വൈവാഹിക ബന്ധത്തിലൂടെ മക്കൾ ജനിച്ചു. ആ മക്കളിലൂടെ ലോകത്ത് മൊത്തം മക്കൾ പടർന്നു, പന്തലിച്ചു, സ്പ്രെഡായി. ലോകത്തിൽ ആദ്യത്തെ കുടുംബം മക്കയിലുണ്ടായി, മക്ക എന്ന് പറയുന്ന നഗരത്തിലുണ്ടായി. ആദം അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യ 120 പ്രാവശ്യം പ്രസവിച്ചു. ഓരോ പ്രസവത്തിലും ഒരു ആണും പെണ്ണും. 120 പ്രസവത്തിൽ 240 മക്കളുണ്ടായി. ആ മക്കൾ എല്ലാ സ്ഥലങ്ങളിലേക്കും സ്പ്രെഡായി. കുറേ ആളുകൾ ഇവിടെ താമസിക്കും, കുറച്ച് ആൾ അങ്ങോട്ട് പോകാൻ തോന്നി. നഗരങ്ങളും സിവിലൈസേഷൻ ഉണ്ടാകുന്ന അങ്ങനെയാണ്. നാഗരികതയെ വിളവണിക്കാൻ നമ്മൾ സമാജ പുസ്തകത്തിലൊക്കെ സ്കൂൾ പഠിച്ചിട്ടുണ്ടാവും. ഈ നാഗരികതയെ വിളവണിക ഉണ്ടാകുന്ന എങ്ങനെ, സിവിലൈസേഷൻ എങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത്, അത് കുടുംബം ഒരു സ്ഥലത്തിൽ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോയി താമസിക്കാൻ തുടങ്ങി, വീടുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. ആദം അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു തആല എങ്ങനെ നിസ്കരിക്കണം, എങ്ങനെ നോമ്പിടിക്കണം, എങ്ങനെ ഹജ്ജ് ചെയ്യണം എന്നൊന്നും അല്ലാഹു കൂടുതൽ കാര്യമായിട്ട് പഠിപ്പിച്ചിട്ടില്ല. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഇറങ്ങിയ മുഴുവൻ വഹീകളും എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കണം, എങ്ങനെ വീടുണ്ടാക്കണം, എങ്ങനെ കുടുംബജീവിതത്തിൻ്റെ കൂടെ നല്ല നിലക്ക് പോകണം എന്ന് പറയുന്ന വഹീകളായിരുന്നു. ആ വഹീന് വഹീഉ തക്വീൻ എന്നാണ് പറയുന്നത്, മറ്റേ വഹീന് വഹീഉ തശ്രീഅ് എന്നാണ് പറയുന്നത്. ആദം അലൈഹി സ്വലാം അല്ലാഹു ഇറക്കിയ വഹീകൾ വഹീഉ തക്വീൻകളായിരുന്നു. വീടുണ്ടാക്കുന്നതും കുടുംബത്തിൻ്റെ കൂടെ ജീവിക്കുന്നതും മക്കളുണ്ടാക്കുന്നതും മരിച്ചാ മറമാടുന്നതും കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നതും അവർക്ക് മുലയൂട്ടുന്നതും അവരെ വളർത്തുന്നതും പേരൻറ്റിങ് സൈസുമെല്ലാം അല്ലാഹു തആല പഠിപ്പിച്ചു. അങ്ങനെ ലോകത്തിലെ ഒന്നാമത്തെ കുടുംബം വിശുദ്ധമായ മക്കയിൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വാ റളിയല്ലാഹു അൻഹയും തമ്മിലുണ്ടായി. അപ്പം ഈ മഹബ്ബത്തുണ്ടാകാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകളോട്, ഭാര്യമാരോടുള്ള പെരുമാറ്റത്തെ സംബന്ധിച്ച് ധാരാളം നിയമങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അവർ ദഈഫുകളാണ്, ബുദ്ധിപരമായും ശാരീരികമായും മാനസികമായും എല്ലാ നിലക്കും സ്ത്രീകൾ ദുർബലമാണ്. കാരണം അല്ലാഹു ഒരു പ്രത്യേകമായ പർപ്പസിനാണ് പടച്ചിട്ടുള്ളത്. അവർക്ക് അല്ലാഹു തആല ആണുങ്ങളെ പോലെയുള്ള ശക്തിയൊന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ അവരോട് സോഫ്റ്റായി പെരുമാറണം എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മരിക്കുന്ന സമയത്ത്, വഫാത്താകുന്ന സമയത്ത്, അല്ലാഹുവിൻ്റെ ഹബീബ് വഫാത്താകുന്ന സമയത്ത് ലോകത്തേക്ക് അവസാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത നിർദ്ദേശം എന്തായിരുന്നു? അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് പറഞ്ഞ വസിയത്ത് ഇസ്തൗസൂ ബിന്നിസാഇ ഖൈറാ എന്നായിരുന്നു. ഇസ്തൗസൂ ബിന്നിസാഇ ഖൈറാ, നിങ്ങൾ സ്ത്രീകളോട് നല്ല നിലയ്ക്ക് പെരുമാറണം. കാരണം അവർക്ക് ശാരീരിക, മാനസിക, ആത്മീയ ശക്തികൾ കുറവാണ്. അവർ അല്ലാഹു തആല പ്രത്യേകമായൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് പഠിച്ചത്. അവർ നിങ്ങളുടെ ഇണങ്ങണം. അപ്പോൾ അവരുമായിട്ട് നിങ്ങളുടെ ബന്ധം, നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങളുടെ സ്വഭാവം ഏറ്റവും നല്ലതായിരിക്കണം. ആ ബന്ധം പുതുക്കാൻ ആവശ്യമായ, റിന്യൂ ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ
നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയുക, ഭാര്യയ്ക്ക് നിങ്ങൾ ഹസ്തദാനം നടത്തുക, ഭാര്യയ്ക്ക് ഹസ്തദാനം നടത്തുക. വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ഭാര്യയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് ഭാര്യനെ ഹഗ് ചെയ്യുക. എല്ലാം റെഡിയുണ്ടാ? ഇന്ന് മുതൽ തന്നെ ഇന്ന് പോയിട്ട് വീട്ടിൻ്റെ മുറ്റത്ത് ഭാര്യനെ ഹഗ് ചെയ്യാൻ തയ്യാറുള്ള ആളുകളൊന്ന് കയ്യെത്തിയ ആകെ 3 ആള്. സുബ്ഹാനല്ലാഹ്, ഇതൊരിക്കലും മാതിരി കുടുംബാവില്ല. നിങ്ങളതിൻ്റെ ഫോട്ടോ വീഡിയോ അയച്ചതൊന്നും വേണ്ട. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരസ്പരം മവദ്ദത്തിന് പഠിപ്പിച്ച ഒരുപാട് മാർഗങ്ങളുണ്ട്. മക്കളുടെ മുമ്പിൽ കൈ കൊടുക്കലും, ഭാര്യയെ ഹഗ് ചെയ്യലും, ഭാര്യയുടെ കൂടെ നിന്ന് സംസാരിക്കലും മക്കൾ കാണുമ്പോൾ മോശം എന്ന് കരുതുന്ന രക്ഷിതാക്കളാണ് അധികവും. അതേസമയം മക്കളെ മുമ്പിൽ തല്ലുകൂടാനും അടിപിടി ഉണ്ടാക്കാനും ചീത്ത പറയാനും രക്ഷിതാക്കൾക്ക് ഒരു മടിയും ഉണ്ടാവാറില്ല. വീട്ടിൽ അടിപിടി ഉണ്ടാക്കുമ്പോൾ ചീത്ത പറയുമ്പോൾ ഉപ്പാക്കുമ്മാക്കും വിളിക്കുന്ന സമയത്ത് മക്കളുണ്ട് എന്ന ചിന്ത ഉമ്മ പാപ്പന്മാർക്ക് ഉണ്ടാവാറില്ല. അതേ സമയത്ത് സ്നേഹിക്കുന്ന സമയത്ത് ഭാര്യ ഇരിക്കുമ്പോൾ പോയിട്ട് ഇങ്ങനെ കൈയിട്ടിട്ട് ഇങ്ങനെ കഴുത്തിൽ കൈയിട്ടിരിക്കുന്നത് മക്കൾ കണ്ടാൽ മോശം, ഭാര്യ കൈനെ തള്ളും. പോയിട്ട് ആളുകളെ മുമ്പിലല്ല, പുരയിൽ പോയിട്ടൊന്ന് സ്നേഹത്തോടു കൂടി പെരുമാറിയാൽ മക്കൾ കണ്ടാൽ മോശം എന്ന് ഭാര്യ അതിനെ എതിർക്കും. മക്കളെ മുമ്പിൽ ഡാഷിന്റെ മോളെ എന്നൊക്കെ പറയുന്ന സമയത്ത് അതിനെ എതിർക്കൂല. അത്തരം പ്രവർത്തനങ്ങൾ ധാരാളമായിട്ട് നടക്കും. കാരണം മാതാപിതാക്കൾ മക്കൾക്ക് കുടുംബജീവിതം എങ്ങനെ ഉണ്ടായിരിക്കണം എന്നതിൻ്റെ വളരെ ശക്തമായ മാതൃകകൾ കാണിക്കേണ്ടവരാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പോ ആ കുടുംബങ്ങൾക്ക് ബാധ്യതകൾ, അവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കൽ, അവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കൽ, വീട്, നല്ല വീടുണ്ടാക്കൽ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അൽ ബൈത്തുൽ വാസിഅ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നല്ല വീടുണ്ടാവുക എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ സൗഭാഗ്യമാണ്. വീടുണ്ടാകുന്ന സമയത്ത് ആഡംബരത്തിന് വേണ്ടിയല്ല, ആവശ്യത്തിനനുസരിച്ചുള്ള ബെഡ്റൂമുകളും സിറ്റൗട്ടുകളും ബാത്റൂമുകളും ഹാളുകളും പിന്നെന്താണ് വരാണ്ടകളും ബാൽക്കണികളും എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടുള്ള വീട് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഭൗതികമായ സൗഭാഗ്യമാണ്. മിൻ സആദത്തിൽ മർഇ അൽ ബൈത്തുൽ വാസിഅ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീടുണ്ടാക്കുന്ന ആളുകൾ നല്ല വീടുണ്ടാക്കുക. ഞാൻ എൻ്റെ വീടുണ്ടാക്കുന്ന സമയത്ത് പ്ലാനുമായിട്ട് സയ്യിദുനാ പൊസോട് തങ്ങളടുത്ത് പോയി. പൊസോട് തങ്ങൾ എന്ത് വലിയ ഇത്ര ചെറിയ ബെഡ്റൂം മതിയോ, 16 ബെഡ്റൂം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. തങ്ങൾ പറഞ്ഞു എൻ്റെ വീട് വളരെ വിശാലമായ ബെഡ്റൂമുകളോട് കൂടിയുള്ളതാണ്. ഡൈനിങ് ഹാളിന്റെ മാപ്പ് കണ്ടു ഇത് വളരെ ചെറുതായ ഡൈനിങ് ഹാളാണ്, വളരെ വിശാലമായ ഡൈനിങ് ഹാൾ ഉണ്ടാക്കണമെന്ന് മഹാനായ സയ്യിദുനാ പൊസോട് തങ്ങൾ എന്നോട് പറഞ്ഞു. ഉസ്താദ് എന്നോട് പറഞ്ഞു, എ പി ഉസ്താദ് നിന്റെ വീടിൻ്റെ പ്ലാൻ കാണിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ ഒരു പ്രാവശ്യം പ്ലാന് കാണിച്ചു. ഉസ്താദ് പറഞ്ഞു 2 ഡൈനിങ് ഹാൾ ഉണ്ടാക്കണം വീട്ടിൽ. ലേഡീസിന് പ്രത്യേകമായ ഡൈനിങ് ഹാൾ വേണം, ജെൻസിന് പ്രത്യേകമായ ഡൈനിങ് ഹാൾ വേണം. ഗസ്റ്റുകളൊക്കെ വന്നാൽ ആദ്യം ആണുങ്ങൾ ഭക്ഷണം കഴിച്ച് പിന്നെ പെണ്ണുങ്ങളെ വിശന്ന് വളരെ പ്രയാസപ്പെടുന്ന ശേഷം ഭക്ഷണം കൊടുക്കുന്ന പരിപാടി ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ 2 ഡൈനിങ് ഹാളുകൾ വീട്ടിലുണ്ടാകണം എന്ന് ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദിനെ ഉപദേശിച്ചു. അവ വീട് വിശാലമാവുക എന്നത് മനസ്സ് വിശാലമാകുന്നതിൻ്റെ ഭാഗമാണ്. ചെറിയ വീട് ഇക്കറ്റായ വീട്ടിലേക്ക് കിടക്കുമ്പോൾ ലോകത്ത് എല്ലാ സന്തോഷങ്ങളും നഷ്ടപ്പെട്ടു പോകും. ഇരുട്ടുള്ള വീട്, കാറ്റ് വരാത്ത വീട്, ബെഡ്റൂമുകൾ ചെറിയ ചെറിയ വീട്. ലോകത്തൊരു മനുഷ്യൻ ആകെ വീടുണ്ടാക്കുന്ന ലൈഫിൽ ഒരു പ്രാവശ്യം മാത്രമാണ്. ഒരു വീടിൻ്റെ ആയുസ് 100 കൊല്ലാണ്, ഒരു ബിൽഡിങ്ങിൻ്റെ ആയുസ് 100 കൊല്ലമാണ്. മനുഷ്യൻ്റെ ആയുസ് 60, 65, 70 കൊല്ലം മാത്രമാണ്. നമ്മളുണ്ടാക്കിയ വീട് അടുത്ത 2 തലമുറകൾക്ക് കൂടി മതിയാകും. അതുകൊണ്ട് കടം വാങ്ങാതെ, ലോൺ എടുക്കാതെ, പറ്റിക്കാതെ നമുക്കൊരു നല്ല വീടുണ്ടാക്കാൻ പറ്റിയാൽ അത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. രണ്ടാമത്തെ സൗഭാഗ്യം അൽ മർഅത്തു സ്വാലിഹ, നല്ല സ്വഭാവമുള്ള ഭാര്യയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സ്വാലിഹത്തായ പെണ്ണ്, നമ്മുടെ ഭാര്യ സ്വാലിഹത്താകണമെന്ന് പറയുമ്പോൾ പലർക്കും തോന്നുന്നത് എൻ്റെ ഭാര്യ തഹജ്ജുദ് നിസ്കരിക്കണം, ദിവസം ഒരു പേജ് എങ്കിലും ഖുർആൻ ഓതണം, ളുഹാ നിസ്കരിക്കണം. സ്വാലിഹത്തായ ഭാര്യ അല്ലേ നിങ്ങളുടെ ഭാര്യ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കത് കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങൾ ഇതായിരിക്കും. അവൾ സുബഹിക്ക് മുമ്പ് തഹജ്ജുദ് എഴുന്നേൽക്കുന്നുണ്ട്, സ്വാലിഹത്ത്. അവൾ ളുഹാ നിസ്കരിക്കുന്ന 9 മണിക്ക് സ്വാലിഹത്ത്.
അവൾ ദിവസം ഒരു ജ്യൂസ് ഖുർആൻ ഓതുന്നുണ്ട്, സ്വാലിഹത്ത്. തിങ്കളാഴ്ച വ്യാഴ്ചയൊക്കെ നോമ്പിടിക്കുന്നുണ്ട്, സ്വാലിഹത്ത്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മർഅത്തുൻ സ്വാലിഹ എന്നതിന് പറഞ്ഞ വ്യാഖ്യാനങ്ങൾ ഇതൊന്നുമല്ല. ഫസ്വാലിഹാതു ഖാനിതാതുൻ ഹാഫിളാതുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ് എന്ന് വിശുദ്ധ ഖുർആനിൽ പെണ്ണുങ്ങളെ വർണ്ണിക്കുന്ന ഒരു ഭാഗമുണ്ട്. പെണ്ണുങ്ങളെ വിശേഷണം പറയുന്ന ഭാഗം ഫസ്വാലിഹാതു, സ്വാലിഹീങ്ങളായ പെണ്ണുങ്ങൾ ആരാണ്? ഖാനിതാതുൻ എന്ന് പറയുമ്പോ അതിന് മഹാന്മാരായ ഖുർആന്റെ പണ്ഡിതന്മാർ എഴുതി കൊടുക്കുന്ന അർത്ഥം മുതീആത്തുൽ ലിൽ അസ്വാജ്, ഭർത്താക്കന്മാർ അനുസരിക്കുന്നവർ എന്നാണ് അതിന് കൊടുത്ത അർത്ഥം. അള്ളാഹ്ക്ക് അനുസരിക്കുന്നവർ വേറെ വ്യാഖ്യാനങ്ങൾ ത്വാഇഅത്തുൽ ലില്ലാഹ്, മുതീആത്തുൽ ലില്ലാഹ് എന്നൊക്കെ അർത്ഥങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട തഫ്സീറുകൾ പറയുന്ന അർത്ഥം അസ്വാലിഹാത്തു ഖാനിതാതുൻ, ഖാനിതാതുൻ മുതീആത്തുൽ ലിൽ അസ്വാജി, ഭർത്താക്കന്മാർക്ക് അനുസരിക്കുന്ന സ്ത്രീകളാണ് സ്വാലിഹീങ്ങളായ സ്ത്രീകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല ഭാര്യയുടെ ലക്ഷണം പറയുന്നത് ഇദാ നളറ ഇലൈഹാ സറത്തുഹു, ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയാൽ ഏതൊരു ഭർത്താവിനാണ് സന്തോഷമുണ്ടാകുന്നത് അവളാണ് സ്വാലിഹത്തായ ഭാര്യ. ഇത് ഭാര്യയുടെ സൗന്ദര്യം കണ്ടുകൊണ്ടല്ല, കളർ കണ്ടുകൊണ്ടല്ല, ലിപ്സ്റ്റിക്കൊക്കെ ഇങ്ങനെ വലിച്ചത് കൊണ്ടല്ല, ഐബ്രോ ഷേപ്പ് ചെയ്തിട്ട് ഭയങ്കര വിശ്വസുന്ദരിയായത് കൊണ്ടല്ല. ആ ഭാര്യയോട് അവന് മാനസികമായിട്ട് അഭിമാനമുണ്ടാകണം. ഞാനൊരു ടെസ്റ്റ് ചെയ്യട്ടെ. ഇപ്പോൾ ഞാൻ സൈക്കോളജിസ്റ്റ് ആണല്ലോ. നിങ്ങൾ റെഡി ഉണ്ടാ? റെഡി ഉണ്ടെങ്കിൽ ഞാനൊരു ടെസ്റ്റ് ചെയ്യാം. എല്ലാവരും കണ്ണ് ചിമ്മിട്ട്, ഇപ്പം അത് ചിമ്മണ്ട, ഞാൻ വേണോ വേണ്ട പിന്നെ തീരുമാനിക്കാം. എല്ലാവരും കണ്ണ് ചിമ്മിട്ട് ഭാര്യമാരെ ഓർത്താൽ മതി. ഇപ്പം ചെയ്യണ്ട, ആയിട്ടില്ല. ഞാൻ സ്ഥലത്ത് ഈ ടെസ്റ്റ് നിർത്തി. അന്ന് ഞാൻ വിചാരിച്ചു ചെയ്യാൻ പാടില്ല. യൗമ തബയദ്ദു വുജൂഹുൻ വ തസ്വദ്ദു വുജൂഹ്, ചില ആളുകളുടെ മുഖം കറുത്തിട്ട് സുബ്ഹാനല്ലാഹ് വളരെയധികം മോശമായിപ്പോയി ഭാര്യമാരെ ഓർത്തപ്പോ. അപ്പൊ ചെയ്യേണ്ടതില്ല. ഭാര്യ എന്ന് പറയുമ്പോൾ ഒരു ഭീകരജീവിയെ പോലെ കാണുന്ന, ആ ഭാര്യന്റെ പേര് കേൾക്കുമ്പോൾ ഞെട്ടുന്ന എത്രയോ ആളുകളുണ്ട്. എൻ്റെ അനുഭവത്തിൽ മുഅല്ലിം ഉണ്ടായിരുന്നു. ഏത് നാടെന്നൊന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ കൂടെ ജോലി ചെയ്തൊരു മുഅല്ലിം. ഞാൻ ആകെ ലോകത്ത് 3 പള്ളികളിൽ 24 കൊല്ലത്ത് ജോലി ചെയ്തിട്ടുള്ളൂ. ആ കൂട്ടത്തിൽ ഒരു മുഅല്ലിം ബുധനാഴ്ച ആകുമ്പോഴേക്ക് അയാളെ കളർ ചേഞ്ച് ആവും. ബുധനാഴ്ച ആകുമ്പോഴേക്ക് അദ്ദേഹത്തിന് ചെറിയ വൈബ്രേഷൻ, സത്യമാണിത്, വൈബ്രേഷൻ സ്റ്റാർട്ടാവും. നല്ല സുന്ദരനായ മനുഷ്യൻ ബുധനാഴ്ച ഇങ്ങനെ ഉച്ച അസർ മഗ്രിബാകുമ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ മുഖം ഒരു കറക്കാൻ തുടങ്ങും. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ചെറിയൊരു എന്താവും, ഒരു ചെറിയൊരു വിക്കുകളും ഒരു ചെറിയൊരു അടത്തടകളൊക്കെ വരാൻ തുടങ്ങും. ഞാൻ കുറേ ആഴ്ചകൾ അദ്ദേഹത്തെ ശ്രദ്ധിച്ചു. പിന്നെ ഞാൻ അയാളോട് ചോദിച്ചു, സി ഉസ്താദ് മർക്കസ് ഞങ്ങളോട് പറയുന്നു നിങ്ങൾ മനഃശാസ്ത്ര ബുക്കുകളൊക്കെ വായിക്കണം. നാം മുന്നോട്ട് എന്ന് പറയുന്നൊരു പുസ്തകം കെ പി കേശവമേനോൻ എന്നൊരാളെ എഴുതിയിട്ടുണ്ട്. സി ഉസ്താദ് ഞങ്ങളോട് സാഹിത്യ സമാജത്തിൽ പറഞ്ഞത് ഹിന്ദുമതത്തിലെ ഗസാലിയാണ് കെ പി കേശവമേനോൻ. അയാൾ എഴുതിയ നാം മുന്നോട്ട് എന്ന് പറയുന്ന പുസ്തകം വായിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആ ബുക്ക് വായിക്കാൻ തുടങ്ങി. അങ്ങനെ സൈക്കോളജിയിൽ ഇൻട്രസ്റ്റ് കൂടി. പിന്നെ കുറേ സൈക്കോളജി ബുക്കുകൾ വായിക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ആയി. അപ്പോൾ അയാളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, ബുധനാഴ്ച ഉച്ച മുതൽ നിങ്ങളുടെ ഹാല് മാറുന്നുണ്ടല്ലോ. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ ആര് ചൊന്നേ കേട്ടെ? ഏക്കമേളനോട് ചോദിക്കാം, നിങ്ങൾക്ക് ആര് ചൊന്നേ? ഞാൻ ചെയ്ത് ആരും ചൊല്ലിയിട്ടില്ല, നിങ്ങൾ ഹാല് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. അങ്ങനെ പിന്നെ അയാൾ കുറേ കരഞ്ഞു. അയാൾ പറഞ്ഞു, നാളെ വ്യാഴാഴ്ചയാണ്, വീട്ടിലേക്ക് പോകാൻ മനസ്സില്ല, മടിയാണ്, ബേജാറാണ്, ഭാര്യ സഹകരിക്കുന്നില്ല. അവരുടെ ജ്യേഷ്ഠത്തിമാരൊക്കെ വളരെയധികം പൈസയുള്ള ആളുകളുടെ അസ്വാജികളാണ്. ഞാനൊരു ഉസ്താദാണ്, മുഅല്ലിമാണ്, ശമ്പളം കുറവാണ്. അന്ന് എനിക്ക് ആ പള്ളിയിലുണ്ടായ ശമ്പളം 1800 രൂപ. അപ്പോൾ അയാൾക്ക് ഒരു 1200 രൂപ ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് ഏകദേശം പള്ളി മനസ്സിലായെന്നല്ലേ. അപ്പോൾ ഏകദേശം അയാൾ ഞാൻ പിന്നെ കുറേ കൗൺസിലിംഗ് നടത്തി. എന്നൊന്നും സൈക്കോളജി ഒന്നും എനിക്കറിയില്ല. അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് SSFൻ്റെ ജില്ലാ പ്രസിഡൻ്റായ സമയത്ത് ഞാനും കുറേ പ്രവർത്തകന്മാരും കൂടി ഒരു പിരിവിലേക്ക് പോയ സമയത്ത് ആ പിരിവിൻ്റെ ആ പ്രദേശത്തെ അയാളെ ഞാൻ കണ്ടു. ഒരു വ്യാഴാഴ്ച ഞാൻ ചോദിച്ചു, നിങ്ങളെന്താണ് ഇവിടെ, നിങ്ങളുടെ വീട് എവിടെ? എൻ്റെ വീട് ഈ നാട് തന്നെ. ഭാര്യ ഓളെ വീട്ടിലുണ്ട്. ഇയാൾ വ്യാഴാഴ്ച നാട്ടിലേക്ക് വന്നിട്ടും ഭാര്യൻ്റെ വീട്ടിലേക്ക് പോകുന്നില്ല. അവ ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം വളരെ മോശമാണ്. കാരണം എന്ത് നമുക്കറിയില്ല. അപ്പൊ ഏതായാലും സ്വാലിഹത്തായ പെണ്ണിന്റെ ലക്ഷണം, നിങ്ങളുടെ ഭാര്യ സ്വാലിഹത്താണോ അല്ലേ എന്ന് തീരുമാനിക്കാൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ലക്ഷണം ഇദാ നളറ ഇലൈഹാ സറത്തുഹു, ആ പെണ്ണിനെ നോക്കിയാൽ. നളറിന് രണ്ടർത്ഥമുണ്ടല്ലോ, ചിന്തിച്ചാൽ എന്നർത്ഥമുണ്ടല്ലോ. നോക്കണമെന്നില്ല, കണ്ടുകൊണ്ട് നോക്കണമെന്നില്ല, അവളെ പറ്റി ഓർത്താൽ, അവളെ ഓർമ്മകൾ വന്നാൽ
നളറ ഇലൈഹാ സർറത്തുഹു, അവൻ്റെ മനസ്സിന് സന്തോഷമുണ്ടാകണം. അവൾ നിസ്കരിക്കുന്ന ഫർള് മാത്രമാണ്, ഓക്കെ. അവൾ തഹജ്ജുദ് നിസ്കരിക്കാറില്ല, നോ പ്രോബ്ലം. നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ അവൾ ഏറ്റവും നല്ല സംഗാത്തിയാണോ സാത്തിയാണോ, അവൾ സ്വാലിഹത്തായ പെണ്ണാണ്. വൈദാ അമറതുഹു അമറഹു അതാഅതുഹു വൈദാ അമറഹ അതാഅതുഹു. എന്തെങ്കിലും ഒരു കാര്യം ഭാര്യയോട് കൽപ്പിച്ചാൽ അവൾ അപ്പോൾ അത് ചെയ്യും. ചായ വേണമെങ്കിൽ അപ്പം ചായ കൊടുക്കും. വേറെ എന്തെങ്കിലും സാധനം ആവശ്യപ്പെട്ട് അപ്പം കൊണ്ടുവന്ന് കൊടുക്കും. ഡ്രസ്സ് വാഷ് ചെയ്യണമെന്ന് പറഞ്ഞാൽ വാഷ് ചെയ്യാൻ പറ്റും. ഒരു പെണ്ണൊരു ഭർത്താവിൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്താൽ അതിന് കിട്ടുന്ന കൂലികൾ, അതിന് അള്ളാഹു നൽകുന്ന പ്രതിഫലങ്ങൾ നുസ്ഹത്തുൽ മജാലിസ് എന്ന കിതാബിൽ ഒരുപാട് പേജുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. ആ പെണ്ണ് ഭർത്താവിൻ്റെ ഡ്രസ്സിനെ കുത്തി വാഷ് ചെയ്യുന്ന സമയത്തെല്ലാം അള്ളാഹുൾക്ക് വലിയ പുണ്യം നൽകും. അങ്ങനെ ഇതാ അമറഹ അത്വാഅതുഹു, കൽപ്പിക്കുന്ന കാര്യങ്ങൾ അവൾ പെട്ടെന്ന് ചെയ്യും. അവളാണ് സ്വാലിഹത്തായ പെണ്ണ്. വഇദാ ഗാബ അൻഹാ ഹഫിളതുഹു ഫീ മാലിഹി വഫീ നഫ്സിഹാ. ഇവൻ ഗായിബായാൽ, വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ, അവന്റെ സ്വത്തുക്കളെ മുഴുവൻ സംരക്ഷിക്കാനും ഇവരുടെ തടിയെ സംരക്ഷിക്കാനുമുള്ള ഉത്തരവാദിത്തമുള്ള ഒരു പെണ്ണാണ് ഏറ്റവും സ്വാലിഹായ പെണ്ണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബാന്തരീക്ഷം ശരിയാകണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഒരു 10 മിനിറ്റ് കൂടി ഞാൻ പെട്ടെന്ന് നിർത്താം ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് സഹോദരന്മാരെ, അപ്പോൾ അതിന് എന്താണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്? ഇസാബക്ക് ട്രെയിനിങ് കൊടുത്ത പോലെ നിങ്ങളുടെ പെണ്ണുങ്ങൾക്കും ട്രെയിനിങ് കൊടുക്കണം. ഇസാബിന്റെ ഭാര്യമാർ എന്താണ് വിളിക്കുക? മുസീബ എന്ന് വിളിച്ചാലോ? ഇസാബിന്റെ ഭാര്യമാർക്ക് ട്രെയിനിങ് കൊടുക്കാം, നല്ല പേരിടാ, മുസീബ എന്ന് വേണ്ട. അപ്പൊ അവർക്ക് ട്രെയിനിങ് കൊടുക്കാം. നിങ്ങൾ പറഞ്ഞാൽ ഇതൊന്നും കേൾക്കൂല. ഈ ഭാര്യമാർക്കൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ പറഞ്ഞാൽ കുഴപ്പങ്ങൾ ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും. പണ്ടൊരാള് അയാളുടെ വിവാഹത്തിന്റെ 25ാമത്തെ വാർഷികത്തിന് ഭയങ്കര കരച്ചിൽ, 25th ആനിവേഴ്സറി, ബെള്ളി ഹബ്ബ, ഗോൾഡൻ സിൽവർ ജൂബിലി എന്നൊക്കെ പറയുന്നത് നല്ല കാലല്ലേ, 25ാമത്തെ വാർഷികം. അന്ന് ഭയങ്കര കരച്ചിലാണ് ഈ പുതിയാപ്പിള. ആളുകൾ വരുന്നു, വിഷ് ചെയ്യുന്നു, ഗ്രീറ്റിംഗ് ചെയ്യുന്നു, സമ്മാനങ്ങൾ കൊടുക്കുന്നു, ഇയാളെ വീട്ടിലെ പാർട്ടിയിൽ പങ്കെടുക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. ഇയാൾക്ക് കരച്ചിലോടെ കരച്ചിൽ. അപ്പോൾ അയാളോട് ചോദിച്ചു, എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്താണ് ഇത്രയും പൊട്ടിക്കരഞ്ഞത് ഈ ആനിവേഴ്സറിൻ്റെ ദിവസം, എന്ത് ഓർത്തിട്ടാണ്? അയാൾ പറഞ്ഞു, കല്യാണം കഴിച്ച അന്ന് തന്നെ എനിക്ക് ഭാര്യയെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ത്വലാഖ് ചെല്ലാന്ന് വിചാരിച്ചു. അപ്പോൾ ഭാര്യൻ്റെ കുടുംബം നല്ല സ്ട്രോങ് കുടുംബമാണ്, അളിയന്മാരുണ്ട്, നല്ല മസിലുണ്ട്, അവരടിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ സൈലൻ്റായി, ത്വലാഖ് ചെല്ലണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ആരും അറിയാതെ അവളെ കൊന്നുകളയാന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ മെല്ലെ ലോയറിനോട് ചോദിച്ചപ്പോൾ ലോയർ പറഞ്ഞു 25 കൊല്ലം ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന്. കൊന്നാൽ 25 കൊല്ലം ജയിലിൽ കിടക്കേണ്ടി വരും. ഇയാൾ കരയുന്നറിയോ? ഇന്ന് 25 കൊല്ലം ആയല്ലോ, ഇന്ന് ജയിലിൽ നിന്ന് വരുന്ന ദിവസമല്ലേ, ഇന്ന് ഞാൻ ജയിലിൽ നിന്ന് വിടുകിടാത്ത ദിവസമല്ലേ, ഇനിയുള്ള ജീവിതം എത്രയും സന്തോഷമായിരുന്നല്ലോ എന്ന് ഓർത്തിട്ടാണ് സാധു കരയുന്നത്. അങ്ങനെ പലർക്കും അവരുടെ വീടുകളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും നല്ലത് നിങ്ങളുടെ വീട്ടുകാർക്ക് സോൺ മട്ടത്തിലും സർക്കിൾ മട്ടത്തിലൊക്കെ നിങ്ങൾ ഫാമിലികൾക്ക് സംഘടനാ ക്ലാസുകൾ കൊടുപ്പിക്കാം, അവരെ സംഘടനാ ബന്ധുക്കളാക്കി മാറ്റുക. കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നാടുകളിൽ പല കുട്ടികളും മാതാപിതാക്കളെ കൺട്രോളിൽ ഇല്ല. SSFനെ പോലെയുള്ള സംഘടനകൾ 12ാം വയസ്സിൽ മെമ്പർഷിപ്പ് കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മുടെ കുട്ടികളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇസ്ലാമിൽ ബാക്കിയാകുന്നത്. വളരെ മോശമായ അന്തരീക്ഷത്തിലേക്കാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുന്നത്. അവിടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഉപ്പമാരും മക്കളും തമ്മിൽ നല്ല ബന്ധമില്ല എന്നുള്ളതാണ് കാരണം. പല വീടുകളിലും ഉപ്പമാരും മക്കളും സൗഹൃദ സംഭാഷണങ്ങളില്ല, സംസാരങ്ങളില്ല, ചർച്ചകളില്ല, ഒന്നിച്ച് ഭക്ഷണം കഴിക്കലുകളില്ല. നിങ്ങളുടെ നല്ല കുടുംബജീവിതത്തിന് ഏറ്റവും നല്ല ടിപ്സാണ് ഡിന്നർ കോൺഫറൻസ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഡിന്നർ കോൺഫറൻസ്, ഒരുപാട് കോൺഫറൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചെറിയൊരു കോൺഫറൻസാണ് ഡിന്നർ കോൺഫറൻസ്. ആ കോൺഫറൻസിൽ പേരോട് സാർ പ്രസംഗിക്കാൻ വരാനില്ല, ഹാമിദുൽ അൻവറുൽ അഹ്ദൽ തങ്ങൾ ദ്വാരക്കാൻ വരാനുമില്ല. പിന്നെന്താണ് ഡിന്നർ കോൺഫറൻസിന്റെ വിശേഷത? നിങ്ങളും നിങ്ങളുടെ ഭാര്യയും മക്കളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാന്നുള്ളതാണ്. നിങ്ങളും നിങ്ങളുടെ ഭാര്യയും മക്കളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കോൺഫറൻസാണ് ഡിന്നർ കോൺഫറൻസ്. അത് സുബൈക്ക് ബ്രേക്ക്ഫാസ്റ്റ് നടക്കൂല, എല്ലാവരും തിരക്കാണ്. ഉച്ചയ്ക്ക് ലഞ്ച് നടക്കൂല, ആരും ഉണ്ടാവില്ല വീട്ടില്. അത് നടക്കുന്ന ഏക സമയമാണ് ഡിന്നർ, രാത്രി സമയത്തെ ഭക്ഷണത്തിന് അത് നടക്കും, ഡിന്നർ കോൺഫറൻസ് നടക്കും. അപ്പോൾ ഭാര്യ ഇങ്ങനെ കിച്ചണിൽ പണിയെടുക്കുന്നല്ല, ഓളെ കംപ്ലീറ്റ് അവിടെ ഇരുത്തിയിട്ട് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക, ഒരേ പാത്രത്തിൽ ഭക്ഷണം കഴിക്കാനുള്ള ശ്രമം നടത്താം.
എൻ്റെ ഉസ്താദ് ശൈഖുന മാദിഹുർ റസൂൽ തിരൂരങ്ങാടി ബാപ്പു ഉസ്താദ്, അള്ളാഹുരുടെ ദറജ ഉയർത്തട്ടെ, കേരള ഭൂസൂരി എന്ന പേരിൽ അറിയപ്പെട്ട മാദിഹുർ റസൂലാണ്. നമ്മൾ എല്ലാ കൊല്ലവും ഇവിടെ പഠിക്കുന്ന സമയത്തും അതിന് ശേഷവും ഉസ്താദിൻ്റെ ഹയാത്ത് കാലത്ത് നോമ്പു തുറക്കാൻ തിരൂരങ്ങാടി ഉസ്താദിൻ്റെ വീട്ടിലേക്ക് പോകലുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് ഭക്ഷണം എടുക്കുന്നതും ബിരിയാണി എടുക്കുന്ന ചോറ് കൈ കൊണ്ടാണ്. ആ കയ്യിലിടാൻ ഉസ്താദ് സമ്മതിക്കില്ല, കറിക്ക് കയ്യിലിടാം. നമ്മൾ കൈ ഇങ്ങനെ കൈയിട്ടിട്ട് കയ്യിൽ കൊണ്ടിട്ട് ഭക്ഷണം വിളമ്പുന്ന ഉസ്താദ് ഇഷ്ടപ്പെടൂല. എത്താണ്ടി കൈ കൊണ്ട് വാരണ്ണി എന്ന് പറയും. അപ്പൊ കൈ കൊണ്ട് ഇങ്ങനെ വാറും. അപ്പൊ അതൊരു കുടുംബജീവിതത്തെ ഒന്നിച്ച് കഴിക്കുന്ന സന്ദർഭത്തിലുള്ള ഒരു അറ്റാച്ച്മെന്റ് ആണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ളം കുടിച്ചിട്ട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചുണ്ട് വെച്ചത് എവിടെയാണോ അതേ സ്ഥലത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുണ്ട് വെച്ചിട്ട് അതിന്റെ ബാക്കി ഭാഗങ്ങൾ റസൂലുള്ളാഹി കുടിക്കും. നബി തങ്ങൾ എവിടെ ചുണ്ട് വെച്ച് കുടിച്ചു അതേ ഭാഗം ഗ്ലാസിൽ ആയിഷ റളിയല്ലാഹു അൻഹ കുടിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയുടെ വായിലേക്ക് ഭക്ഷണം ഇട്ടുകൊടുക്കും. ഹത്താ തുആമിൻ തുദ്ഖിലുഹു ഫീ ഫിംറഅതിഹി, നിന്റെ ഭാര്യയുടെ വായയിൽ വെച്ച് കൊടുക്കുന്ന ഭക്ഷണത്തിന് പോലും അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും നല്ല പുണ്യമുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ എല്ലാവരും ഡിന്നർ കോൺഫറൻസ് തീരുമാനിക്കണം. ഇതിന്റെ സമയമായിക്കൊണ്ട് വന്നു ഡിന്നർ കോൺഫറൻസ് തീരുമാനിക്കണം. അതിനെപ്പറ്റി ആദ്യം പറഞ്ഞു കൊടുക്കണം. ഇന്നെ ഭാര്യൻ്റെ വായിക്ക് നിങ്ങൾ ഭക്ഷണം ഇടാൻ പോയാൽ തീർച്ചയായിട്ടും അവർ തങ്ങന്മാർക്ക് ഫോണാക്കും. ഉസ്താദെ പോകുമ്പോൾ ശരീരത്തിന് വരുമ്പോൾ ആൾ കുറച്ച് സുഖമില്ല, എന്തെല്ലോ ആക്ഷൻ ആക്കുന്നതെന്ന് പറയും. അപ്പം നമ്മുടെ തങ്ങന്മാർക്കൊക്കെ അത് പണിയാവും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇന്ന് ആരും ഹഗ് ചെയ്യാൻ പോരുത്, ഇന്ന് കൈ കൊടുക്കാൻ പോരുത്. അതിന് മുമ്പ് നിങ്ങൾ പറയാം, ഇങ്ങനത്തെ ഒരാൾ ഒരു വിചാരിച്ച വന്നിട്ടുണ്ടായി ചുവന്ന കൊട്ടിട്ടിട്ട് അയാളിങ്ങനെ വിഷയങ്ങളൊക്കെ കുറേ സംസാരിച്ചിട്ടുണ്ട്, കുടുംബജീവിതം നന്നാകാൻ ഇങ്ങനത്തെ ടിപ്സുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് അതിനെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്താക്കി ഇങ്ങനെ റസൂലുള്ളാഹി വായിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലതാണ്. സുഖമില്ലെങ്കിൽ മാത്രമല്ല, പനി വന്നാൽ മാത്രമല്ല അങ്ങനെ ഇട്ട് കൊടുക്കൽ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അതൊക്കെ പോട്ടെ, ഭാര്യ കുടിച്ച ഗ്ലാസ്സിൽ കഴുകാതെ നിങ്ങൾ കുടിക്കാറുണ്ടോ? ഒരേ പാത്രം കുടിക്കുന്ന രണ്ടാമത്തെ വിഷയം. ഭാര്യ കുടിച്ച ഭാര്യ തിന്ന ആ ഭക്ഷണം പാവപ്പെട്ട ഭാര്യ എന്താക്കും, നിങ്ങൾ കഴിച്ചതിൽ തന്നെ കഴുകാതെ തന്നെ ഓട് തിന്നു. നിങ്ങൾ ഭാര്യ തിന്ന ഭക്ഷണത്തിൽ പ്ലേറ്റിൽ ഭക്ഷണം ഇട്ട് കഴിക്കാറുണ്ടോ? ഉണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും വലിയ കളവ് പറയുന്ന ആളായിരിക്കും. ആരെങ്കിലും ചിലപ്പോൾ ഉണ്ടാവും, വളരെ കുറവായിരിക്കും. അപ്പം മക്കളുമായുള്ള ബന്ധം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഭാര്യയും മക്കളും കൂടി ഇതല്ലേ കുടുംബം, അതല്ലേ മാതിരി ഫാമിലി എന്ന് പറഞ്ഞ് ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ മക്കളുമായുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കലയാണ് പാരന്റിങ്. പാരന്റിങ് എന്ന് പറയുന്ന കല, ആർട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരു മനുഷ്യന് കൊടുക്കാൻ പറ്റിയ ട്രെയിനിങ്ങിൽ ഏറ്റവും മികച്ച ട്രെയിനിങ് ആണ് പാരന്റിങ് എന്ന് പറയുന്നത്. 5 മിനിറ്റ് കൂടി നിർത്താം. അതുകൊണ്ട് സഹോദരന്മാരെ, മക്കളെ നിങ്ങൾ വളർത്താനുള്ള പ്രത്യേക പഠിപ്പും പരിശീലനവും നിങ്ങൾക്കുണ്ടായിരിക്കണം. ഒന്നാമതായിട്ട് ഇമാം ഖസാലി തങ്ങൾ പറഞ്ഞ പാരന്റിങ് ടിപ്സുകൾ, 7 വയസ്സ് വരെ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് കളിക്കുക, അവരെ ഭയപ്പെടുത്താതിരിക്കുക, അടിക്കാതിരിക്കുക, നെഗറ്റീവ് കമാൻഡുകൾ കൊടുക്കാതിരിക്കുക. എന്താണ് നെഗറ്റീവ് കമാൻഡ്? ഡോണ്ട് എന്നവരോട് പറയാതിരിക്കുക. ഡോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, പോകരുത്, വരരുത് എന്ന ഒരിക്കലും നഹി കൊണ്ടുള്ള കമാൻഡുകൾ അവർക്ക് കൊടുക്കാതിരിക്കുക. കുട്ടി അങ്ങോട്ടും പോണ്ടെന്ന് പറയരുത്, ഇങ്ങോട്ട് വാ എന്ന് വിളിക്കണം. കാരണം 7 വയസ്സ് വരെ കുട്ടികൾക്ക് അത് ആവശ്യമാണ്. ഒരു മനുഷ്യന്റെ ഉപബോധ മനസ്സും ബോധമനസ്സും തമ്മിൽ വേർപിരിയാതെ ഒരു മനുഷ്യന് ഒരേ മനസ്സ് മാത്രമുള്ള പ്രായമാണ് 7 വയസ്സ് വരെയുള്ള പ്രായം. 7 വയസ്സിന് ശേഷം മനസ്സ് പിരിയും. ഉപബോധ മനസ്സ് സബ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡായിട്ട് പിരിയും. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ അരിപ്പ വരും, ഒരു അരിപ്പ പോലെയുള്ള സാധനം വരും. ഏതെല്ലാം ബോധ മനസ്സിൽ നിന്ന് ഉപബോധ മനസ്സിലേക്ക് വരണമെന്ന് തീരുമാനിക്കുന്ന കാലം വരും. അതൊക്കെ വിശദമായ ചർച്ചകളിലേക്ക് ഞാൻ കടക്കുന്നില്ല. 7 വയസ്സ് വരെ കുട്ടികളെ അടിക്കരുത്, ചീത്ത പറയരുത്. ആ കുഞ്ഞുങ്ങളോട് ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ചോദിച്ചാൽ മൈ പപ്പ, മൈ മം എന്ന് പറയാൻ അവർക്ക് സാധിക്കണം. 7 to 14 വയസ്സ് വരെയുള്ള പ്രായം എന്ന് പറയുന്നത് അത് അദബിൻ്റെ പ്രായമാണ്, അടിക്കേണ്ട പ്രായമാണ്. ലോകത്തോട് ആരോടും ഒരു എതിർപ്പും അക്രമവും അനീതിയും വേദനയും ഇല്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10 വയസ്സിന്റെ ശേഷം കുട്ടികൾ അനുസരിച്ചില്ലെങ്കിൽ അടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 10ാമത്തെ വയസ്സിൽ മുത്തനബി തങ്ങളുടെ ഖാദിമായി വന്ന അനസ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ അനസിന് പ്രായത്തിലാണ് 20 വയസ്സ്, ചെറിയ കിടാവ്. മദീനയിലേക്ക് മുത്തനബി തങ്ങൾ വരുന്ന സമയത്ത് അനസിന്റെ പ്രായം 10 മുതൽ 20 വയസ്സ് വരെയുള്ള ആ പ്രായത്തിലാണ്
അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തങ്ങൾ റസൂലുള്ളാഹിന്റെ ഖാദിമായത് സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ലറബനി റസൂലുള്ളാഹി ഖത്ത്, എന്നെ ഒരിക്കലും റസൂലുള്ളാഹി അടിച്ചിട്ടില്ല. മാ ശതമനി റസൂലുള്ളാഹി ഖത്ത്, എന്നെ ഒരിക്കലും റസൂലുള്ളാഹി ചീത്ത പറഞ്ഞിട്ടില്ല. മാ സഅലനി ലിശൈഇൻ ഫഅൽതുഹു ലിമ ഫഅൽത വലാ ലിശൈഇൻ തറക്തുഹു ലിമ തറക്ത, ഞാൻ ചെയ്ത കാര്യം എന്തിനടാ ചെയ്തത് എന്ന് ചോദിച്ചിട്ടില്ല. ഞാൻ ചെയ്യേണ്ടതായിട്ട് ചെയ്യാത്ത കാര്യങ്ങൾ എന്തിനു ചെയ്തില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിട്ടില്ല. കാന അഹ്സനന്നാസി ഖുലുഖാ, ഏറ്റവും നല്ല സ്വഭാവമായിരുന്നു നബിതങ്ങളുടെ സ്വഭാവം എന്ന് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആ നബിതങ്ങളാണ് പറയുന്നത് ഫദ്രിബൂഹും അലൈഹി അശ്റൻ വഹും അബ്നാഉ അശ്ർ, 10 വയസ്സാകുമ്പോൾ അടിച്ചോളി. നോമ്പിടിച്ചില്ലെങ്കിൽ അടിക്കൂ, നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കൂ, നല്ല സ്വഭാവങ്ങളില്ലെങ്കിൽ അടിക്കൂ, മോശമായ കൂട്ടുകെട്ടില്ലെങ്കിൽ അടിക്കൂ. കാരണം അത് അദബിന്റെ പ്രായമാണ്. അദ്ദിബുഹു സബഅൻ, 7 to 14 വയസ്സ് വരെയുള്ള സമയം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് അദബ് പഠിപ്പിക്കേണ്ട സമയമാണ്. അദബിന്റെ സമയം. ശിക്ഷണം, ശിക്ഷ എന്ന് പറഞ്ഞാലും ശിക്ഷണം എന്ന് പറഞ്ഞാലും തർബിയത്ത് എന്ന അർത്ഥം. സർവ്വശിക്ഷ അഭിയ എന്ന് പറഞ്ഞാൽ കണ്ടടലിൽ അടിക്കുന്ന അഭിയ എന്നതിൻ്റെ അർത്ഥം. എല്ലായിടത്തും തർബിയത്ത് ചെയ്യുന്ന അഭിയ എന്നാണ് എൻ്റെ അർത്ഥം. അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ അത് പഠിപ്പിക്കണം. 14 മുതൽ 21 വരെ വയസ്സുള്ള കാലത്ത് ആഹിഹി അല്ലെങ്കിൽ സ്വാഹിബുഹു സബഅൻ, നിങ്ങൾ ഏറ്റവും സുഹൃത്തിനെ പോലെ ഉണ്ടാകണം. 14 വയസ്സ് കഴിഞ്ഞ കുട്ടികളോട് ഉപ്പ ഫ്രണ്ടിനെ പോലെ ഉണ്ടാകണം. അടിയൊക്കെ കഴിഞ്ഞു, പറച്ചലൊക്കെ കഴിഞ്ഞു, ഇനി അടിയും പറച്ചലിന്റെ സമയമല്ല. അവന് 14 വയസ്സായി, അവനോട് നിങ്ങൾ സുഹബത്ത് ഉണ്ടാകണം, ചങ്ങായിമാരെ പോലെ ഉണ്ടാകണം. ആദ്യം പറഞ്ഞ് കളിക്കണം എന്നാണ്. അപ്പം കുട്ടിപ്രായത്തിൽ കളിക്കണം ഇൻഷാ അല്ലാഹ്. എന്നിട്ട് ഇമാം ഗസാലി തങ്ങൾ പറയുന്നു 21 വയസ്സിന്റെ ശേഷം നിങ്ങൾ ഒരിക്കലും മക്കളെ കൺട്രോൾ ചെയ്യുന്ന ഭാഗത്തേക്ക് പോകരുത്, തിരിഞ്ഞു നോക്കരുത് മക്കളെ. അവരെ ഒരു നിലക്കും കൺട്രോൾ ചെയ്യരുത്. അവരെ ഹാലിൽ വിടണമെന്നാണ് മഹാനായ ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞത്. എപ്പോൾ 7 വയസ്സ് വരെ ഇതും 14 വയസ്സ് വരെ അതും 21 വയസ്സ് വരെ ഇതും ചെയ്ത ആൾക്ക് മാത്രമാണ് നിയമം. അല്ലാതെ പോത്തിനെ വളർത്തുമ്പോൾ വളർത്തിയിട്ട് 21 വയസ്സിന് ശേഷം തിരിഞ്ഞു നോക്കില്ല എന്നാണെങ്കിൽ അത് പറ്റൂല. അപ്പോൾ ജയിലുണ്ടാവും, നിങ്ങളെ പിന്നെ പോലീസ് വിളിക്കും, പ്രശ്നങ്ങളുണ്ടാവും. അള്ളാഹു നമ്മുടെ മക്കളെ സലാമത്താക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതം അള്ളാഹു സന്തോഷമാക്കി തരട്ടെ. എല്ലാവർക്കും അള്ളാഹു തആല മാതൃകായോഗ്യമായ ജീവിതം നയിക്കാൻ തൗഫീഖ് തരട്ടെ. 4:22 എൻ്റെ സമയം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.